വീണ്ടും ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടകത്തേക്ക് കുറച്ചു നേരം ഹോൾഡ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, അപ്പൊ എക്കണോമിക്സിന്റെ എക്സാം വളരെ വെരി സിമ്പിൾ ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന എക്സാമുകളിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഓണപരീക്ഷ മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല എക്കണോമിക്സ്. ആണെങ്കിൽ കഴിച്ചിരിക്കുകയാണ് ചെയ്യും. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഒന്നും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രൈസ് ഫ്ലോർ പോലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം അല്ലേ? അത് സാധാരണ എക്സാമ്പിളൊക്കെ തന്നിട്ട് അത് ഏത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്നൊക്കെ ചോദിക്കാറ്, പക്ഷേ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എന്ന് കരുതി എല്ലാ അക്കൗണ്ടൻസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമെന്ന് പറയാൻ പറ്റില്ല, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? ഇമ്പോർട്ടന്റ് തിയറീസ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയിരുന്നോ? നമുക്ക് വിശി കാണിച്ച് കിട്ടിയെങ്കിൽ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് തിയറീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പൊ അതിനകത്ത് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ നോക്കുക, അതുപോലെ ഫീച്ചേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, കണ്ടന്റ്സ്, റൂൾസ്, മെത്തേഡ്സ്, ഡിഫറൻസ്. ഓക്കെ, നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ ആണ്. പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ 1932 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. The relations between persons who have agreed to share the profits of a business carried on by all or any of them acting for all. അല്ലെ, അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ, അതായത് പാർട്ട്നേഴ്സ് ഫ്യൂച്ചറിൽ ഇങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്ന രീതിയിൽ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അത് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ അല്ലെ, അതായത് എന്താണ് അർത്ഥം? എല്ലാ പാർട്ട്നേഴ്സും ഒന്നില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിലോ എല്ലാവർക്കും വേണ്ടി ഒരാളെങ്കിലും അത് ആക്ട് ചെയ്യണം. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ പാർട്ട്നേഴ്സിനെ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റിനിൽ വരാട്ടോ. അത് പാർട്ട്നേഴ്സ് ആർ ഏജന്റും ആണ് പ്രിൻസിപ്പിളും ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, പാർട്ട്നേഴ്സ് ആർ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പിൾ. പാർട്ട്ണർ ഏജന്റും ആണ് പ്രിൻസിപ്പിളും ആണ്. കാരണം എല്ലാ പാർട്ട്നേഴ്സും ബിസിനസ്സിൽ ഇൻവോൾവ്മെന്റ് നടത്തിയാൽ എല്ലാവരും എന്താണ്? പ്രിൻസിപ്പിൾ ആണ്. ഇനി ഒരാൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരാൾ മാത്രമേ ബിസിനസ്സിൽ ഉള്ളുവെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ കൂടെ ഏജന്റ് കൂടിയല്ലേ. അപ്പൊ അതുകൊണ്ട് പാർട്ട്നേഴ്സ് എപ്പോഴും ഏജന്റും ആണ് പ്രിൻസിപ്പിളും ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഫീച്ചേഴ്സിൽ ഒന്ന് നമ്പർ ഓഫ് പേഴ്സൺ. നമുക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം അല്ലെ, അതാണ് നമ്പർ ഓഫ് പേഴ്സൺസ്. 2 എഗ്രിമെന്റ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, റിട്ടൺ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാ. ഇനി ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം പാർട്ട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് പരസ്പരം എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം അല്ലെ. ഇനിയിപ്പോ ഷെയർ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? ഈക്വലി ആണ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഞാൻ പറഞ്ഞു എല്ലാ പാർട്ട്നേഴ്സും ബിസിനസ് ക്യാരി ചെയ്യണം, അല്ലെങ്കിലോ എല്ലാവർക്കും വേണ്ടി ഒരാളെങ്കിലും ആക്ട് ചെയ്യണം, അപ്പോഴാണ് ഏജന്റ് ആവുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമമായ വിശ്വാസം പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആകുള്ളൂ അല്ലെ. നെക്സ്റ്റ് അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ലെ, പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്യുക. നോ സെപ്പറേറ്റ് ലീഗൽ എക്സ്. ഇത് ഫുള്ള് പഠിക്കണമെന്നൊന്നുമില്ല, ഒരു 4 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ട്ണർഷിപ്പിലെ റിട്ടൺ എഗ്രിമെന്റ് അല്ലെ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഴുതി തയ്യാറാക്കിയ ഉടമ്പടിയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെ. അതായത് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് as agreed to by the partners is called partnership deed or articles of partnership deed. അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഴുതി വെക്കുന്ന ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ. സെറ്റ്. നെക്സ്റ്റ് ആണ് മക്കളെ കണ്ടന്റ് അല്ലെ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കോണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി വെക്കുക, എന്തൊക്കെ കോണ്ടന്റ്സ് ആണ് ചിലപ്പോൾ 5 ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം മേ ബി കേട്ടോ. നെയിം ഓഫ് ദ ഫേം, ഫേമിന്റെ പേരുണ്ടായിരിക്കും. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിന്റെയും നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കും. അതുപോലെ നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ നേച്ചറും അതിന്റെ പ്ലേസ് ഉണ്ടായിരിക്കും. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് ഉണ്ടായിരിക്കും. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിന്റെ കാലാവധി ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്ണറും കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യും. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, സാലറി എത്രയാണ്, കമ്മീഷൻ എത്രയാണ്, അതുപോലെ ഡിവിഷൻ ഓഫ് വർക്ക്, അതായത് ഡിവിഷൻ ഓഫ് വർക്കിൽ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ചിക്കാണ് ചെയ്യേ. നെക്സ്റ്റ് ആണ് റൂൾസ്. ഇതിൽ നിന്ന് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. 1 മാർക്കിന്റെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യേണ്ടത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യേണ്ടത്? ഈക്വലി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ലോണോ 6% പെർ ആനം ആണ് കേട്ടോ, PA ആണ് കേട്ടോ, പെർ ആനം. ഒരു വർഷത്തേക്ക് 6% ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം.
അതുപോലെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി ആവാം, കമ്മീഷൻ ആവാം, അതൊക്കെയാണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. പാർട്ട്ണറിന് കൊടുക്കുന്ന പ്രതിഫലം എന്നാണ് അർത്ഥം. അത് സാലറി ആയിട്ട് കൊടുക്കാം, കമ്മീഷൻ ആയിട്ട് കൊടുക്കാം. അങ്ങനെ പാർട്ട്ണറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നോട്ട് റെമ്യൂണറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആകെ 2 പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി വീതിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ 6% ആണ്. ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. സെറ്റാ. നെക്സ്റ്റ് മെത്തേഡ് ആണ് മക്കളെ. നമുക്ക് സാധാരണ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് 2 മെത്തേഡുകളിലൂടെ പ്രിപ്പയർ ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്. അതിന് ഡിഫറൻസ് തിയറി ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആകെ 4 ഡിഫറൻസ് പഠിക്കാനുള്ള. അതിൽ ഒരു ഡിഫറൻസ് എന്തായാലും ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ 2 ഡിഫറൻസ് വരാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. കാണിച്ചു തരാം ഡിഫറൻസ്. ഈ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്പർ ഓഫ് അക്കൗണ്ട് എത്ര ഉണ്ടാവും? 2 അക്കൗണ്ട് ഉണ്ടാവും. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, കറന്റ് അക്കൗണ്ട് ഉണ്ടാവും. ഫ്ലക്ച്വേറ്റിംഗിലാണെങ്കിൽ ഓൺലി 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നേച്ചർ എങ്ങനെയാ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫിക്സഡ് ആയിരിക്കും അല്ലേ? അതായത് അൺഓൾട്ടേഡ് ആയിരിക്കും, ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇത് ഫിക്സഡ് ആയിട്ട് നിലനിൽക്കും. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിലോ ഫ്ലക്ച്വേറ്റ്, ചേഞ്ചസ് വരാം. ഇനി അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അത് കറന്റ് അക്കൗണ്ടിലാണ്. ഫ്ലക്ച്വേറ്റിംഗിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ആകെ 1 അക്കൗണ്ട് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നെക്സ്റ്റ് സ്പെസിഫിക് മെൻഷൻ. മക്കളെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രം ഫിക്സഡിൽ ചെയ്താൽ മതി. മെത്തേഡിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അർജുനെ? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. മെത്തേഡിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡാണ്? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ്. എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഇവിടെ ക്രെഡിറ്റ് ആയിരിക്കും. ഇതാണെങ്കിലോ ഇറ്റ് മേ ഷോ ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസും ആകാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. നമുക്കിതൊരു പ്രോബ്ലം ചെയ്താലോ? എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രിസ്മസ് എക്സാമിനോ അതോ മോഡൽ എക്സാമിനോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാറേ കാണിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ, കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. കമൽ ആൻഡ് കിരൺ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം sharing profits and losses in the ratio of 2:1 ആണ്. The balance in their capitals and current account as on 1/4/2024 were കമലിന്റെ ക്യാപിറ്റൽ ബാലൻസ് 4 lakh ആണ്, കിരണിന്റെ 3 lakh ആണ്. അതുപോലെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് CR എന്ന് പറഞ്ഞിട്ടുണ്ട്. CR എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റിലാണ് എഴുതേണ്ടത് കേട്ടോ. എത്രയാണ്? 90,000 70,000. The deed provided that Kamal is to be paid a salary of ₹5,000 per month. കമലിന് 5,000 രൂപ മാസം സാലറി കൊടുക്കണം. ആൻഡ് കിരൺ ഈസ് ടു ബി ഗിവൺ എ കമ്മീഷൻ ഓഫ് ₹48,000. അത് മാത്രം പോരാ, കിരൺ എന്ന് പറയുന്ന പാർട്ട്ണർ ഒരു വർഷത്തേക്ക് 48,000 രൂപ കമ്മീഷൻ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 8% ആണ്. ഡ്രോയിങ്സ് വന്നിട്ട് കമലിന്റെ ഡ്രോയിങ്സ് 40,000, കിരണിന്റെ ഡ്രോയിങ്സ് 20,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരിട്ട് 1,250 എന്നും 750. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പെർസെന്റേജിലായിരിക്കും തരിക. അപ്പൊ എങ്ങനെ കാണാം? പെർസെന്റേജിൽ വന്നാൽ ഈ 40,000 ഇനിയിപ്പോ 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കരുതാം. അപ്പൊ ഈ ഡ്രോയിങ്സ് വന്നിട്ടില്ലേ മക്കളെ? കമലിന്റെ ഡ്രോയിങ്സ് 40,000 ആണ്, കിരണിന്റെ 20,000 ആണ് അല്ലെ? അപ്പൊ ഈ 40,000 × 10/100 എന്ന് മാത്രം ചെയ്താൽ പോരാ. ശ്രദ്ധിക്കുക കേട്ടോ, തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ പെർസെന്റേജിൽ തരുമ്പോ 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് എന്ന് തന്നാൽ ഡ്രോയിങ്സ് എത്രയാന്ന് നോക്കണേ? കമലിന്റെ 40,000 ആണ് അല്ലെ? അപ്പൊ 40,000 × 10/100 ചെയ്താൽ പോരാ, × 6/12 ചെയ്യണം. കാരണം ഈ ഡ്രോയിങ്സ് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ഡേറ്റിൽ വിഡ്രോ ചെയ്താന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? കമലും കിരണും ഇന്ന ഡേറ്റിലാണ് വിഡ്രോ ചെയ്തെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഇല്ല. അപ്പൊ ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് ഈസ് നോട്ട് ഗിവൺ അല്ലേ? വിഡ്രോ ചെയ്ത ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ 6 months. ഇൻട്രസ്റ്റ് മസ്റ്റ് ആയിട്ടും 6 months വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ ആണെങ്കിൽ കാണിച്ച് എല്ലാവരും തെറ്റിക്കരുത്, ചിലപ്പോൾ വരാം കേട്ടോ. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പെർസെന്റേജിൽ തരുമ്പോൾ മാത്രം നിങ്ങൾ ഈ കോൺസെപ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡയറക്ട്ലി തരുവാണെങ്കിൽ അത് വെറുതെ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? പെർസെന്റേജിൽ തരുമ്പോൾ ആ ഡ്രോയിങ്സ് ഇൻറ്റു ആ പെർസെന്റേജ് ഇൻറ്റു 6/12 ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തതാണ് ദ പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ്. ബിഫോർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ബിഫോർ എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേഷന് മുമ്പത്തെ പ്രോഫിറ്റാ. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? നെറ്റ് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അപ്രോപ്രിയേഷൻ എന്തായാലും നിർബന്ധമായിട്ടും വരയ്ക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്രോപ്രിയേഷൻ വരയ്ക്കാനായിട്ട്. അല്ലാതെ നിങ്ങളോട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്വസ്റ്റിൽ വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ. ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഈ 1,81,000 തന്നിട്ടുണ്ട്.
ഇതിൽ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്രോപ്രിയേഷൻ വരച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാവൂ. ക്ലിയർ ആണെങ്കിൽ ഈശി കാണിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. ബിഫോർ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തരുന്നതെങ്കിൽ, ബിഫോർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നേരിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ ഓടിപ്പോയി ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കരുത്. അപ്രോപ്രിയേഷൻ നിർബന്ധമായിട്ട് വരയ്ക്കണം. അതായത് ഈ പ്രോഫിറ്റിൽ നിന്നും ഈ സാലറിയും കമ്മീഷനൊക്കെ കൊടുക്കുന്നതിന് മുൻപത്തെ പ്രോഫിറ്റ് നടത്തും, അത് ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് നടത്തും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എവിടെ ചെയ്ത് അപ്രോപ്രിയേഷൻ അല്ലേ, അപ്പൊ അത് വരച്ചിട്ടേ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാവൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ആർക്കെങ്കിലും ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എബിൻ എന്താ ഡൗട്ട്? എബിനെ ചോദിച്ച മോനെ. എബിൻ പറഞ്ഞോ മോനെ, കേക്കാം. പെർസെന്റേജ് തന്നാല് ആ പെർസെന്റേജ് മാത്രം ചെയ്താൽ പോരാ, 6/12 ചെയ്യണം കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് മാത്രമേ ഉള്ളൂ ആ കോൺസെപ്റ്റ് കേട്ടോ. മക്കളെ ഇത് ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് ചെറുതായിട്ടേ വരയ്ക്കുന്നുള്ളൂ. അതായത് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇത് ക്രെഡിറ്റ് സൈഡ്, ഇത് ഡെബിറ്റ് സൈഡ് അറിയാലോ. നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതാം. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതാം. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? ക്വസ്റ്റ്യൻ തന്നേക്കണേ 1,81,000, 1,81,000. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. ഇനി ആകെ നമ്മൾ എഴുതുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ആകെ 2 ഐറ്റംസേ എവിടെ വരുള്ളൂ? അപ്രോപ്രിയേഷനിൽ വരുള്ളൂ. അപ്രോപ്രിയേഷനിൽ കാണിക്കാത്ത ഐറ്റം ഏതാണെന്ന് 1 മാർക്കിന് ചോദിക്കാം. ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാത്ത ഐറ്റം ഏതാണ്? ഡ്രോയിങ്സ് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 2 പാർട്ട്ണറിന് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ കമലുണ്ട്, കിരൺ ഉണ്ട് അല്ലെ. ആ കമലിന്റെ 1,250 ആണ്. അതേപോലെ തന്നെ കിരണിന്റെ 750, സോറി കിരൺ തന്നെ അല്ലേ, കിരണിന്റെ 750 ആണ്. അപ്പൊ 1,250 പ്ലസ് 750 2,000 രൂപ കിട്ടും. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? ഇനി ഡെബിറ്റ് സൈഡിൽ നമുക്ക് സാലറി എഴുതാം. ഇവിടെ പറയുന്നുണ്ട് കമലിന് നമ്മൾ സാലറി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കമൽ സാലറി കേട്ടോ, കമൽസ് സാലറി. മക്കളെ സാലറി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പെർ മന്ത് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. പെർ മന്ത് ആണെങ്കിൽ ഇൻറ്റു 12 ഇത് ഒരു വർഷത്തെ കണ്ടുപിടിക്കണം. അപ്പൊ 5,000 ഇൻറ്റു 12 എത്രയാ? 60,000. മറന്നു പോവരുത് കേട്ടോ. ഇനി പെർ മന്ത് എന്നോ പെർ ഇയർ എന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് പെർ ആനോ ആണ്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ പെരുക്കെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ ആണെങ്കിൽ കാണിച്ച്. യെസ്. ഇനി കമ്മീഷൻ പറയുന്നുണ്ട്. കമ്മീഷൻ ആർക്കാണ്? കിരണിന്റെ കമ്മീഷൻ ആണ്. അപ്പൊ കിരൺസ് കമ്മീഷൻ എന്ന് പറഞ്ഞു എഴുതാ. എത്രയാണ്? 48,000, 48,000. ക്ലിയർ അല്ലേ? അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ശതമാനമാണ് പറഞ്ഞേക്കണേ? 8%. അപ്പൊ കമലിന്റെയും കിരണിന്റെയും നിങ്ങൾ കണ്ടുപിടിക്കണം. എത്ര ശതമാനം? 8%. കമലിന്റെ ക്യാപിറ്റൽ എത്രയാ? ഈ ക്യാപിറ്റൽ എടുക്കുമ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എടുക്കരുത് കേട്ടോ ഒരിക്കലും. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എടുക്കുക. 4 ലക്ഷത്തിന്റെ, അതായത് 4 ലാഖിന്റെ എന്ത് ചെയ്യുക? എത്ര ശതമാനമാണ്? 4 ലാഖിന്റെ 8%, 8/100. അപ്പൊ 32,000, 32,000. അതേപോലെ തന്നെ 3 ലാഖിന്റെ 8% കേട്ടോ, 3 ലാഖിന്റെ 8%. അപ്പൊ 21,000 ആണോ? ആണെങ്കിൽ കൈവശം കാണിച്ച 21,000 ആണോ വരണേ? ആണെങ്കിൽ കൈവശം കാണിച്ച്. യെസ്. ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ 1,81,000 2,000 ദാറ്റ് ഇസ് 1,83,000 വരും അല്ലെ. 1,83,000 അത് ബാലൻസ് ചെയ്യുക. 1,83,000 ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളും എല്ലാം കൂടി ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ആരെങ്കിലും കിട്ടിയെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് അല്ലെങ്കിൽ കമന്റ് ചെയ്തേ. 60,000 plus 48,000 plus 32,000 plus 21,000. 1,61,000 ആണ് മക്കളെ ഡെബിറ്റിലെ ടോട്ടൽ വന്നേക്കണേ. അത് മൈനസ് ചെയ്യുമ്പോൾ 1,83,000 മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഈസ് 22,000 ആണെങ്കിൽ കൈവശം കാണിച്ച്. പ്രോഫിറ്റ് 22,000 ആണോ വരണേ? യെസ്, പ്രോഫിറ്റ് 22,000 ആണ്. റേഷ്യോ ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആണ് വീതിക്കേണ്ടത്. അപ്പൊ കമലിനും കിരണിനും നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 2:1 ആണ് അല്ലെ. അപ്പൊ 22,000 ഇൻറ്റു 2/3, 22,000 ഇൻറ്റു 2/3 ചെയ്യുക. ദി ആൻസർ ഈസ് ഒരു പോയിന്റ് വരുന്നുണ്ട് അല്ലെ. പോയിന്റ് വരുന്നുണ്ടെങ്കിൽ കൈവശം കാണിച്ച്. അർജുന ഡൗട്ട് ഉണ്ടോ? 24,000 ആണോ ഡിഫറൻസ് വരണേ? 24,000 ആണോ? യെസ്, പ്രോഫിറ്റ് 24,000 ആണ് അല്ലെ. അപ്പൊ 24,000 ഇൻറ്റു 2/3 യെസ് 16,000, 16,000 കറക്റ്റ് അല്ലേ? എന്താ കിരണിന്റെ ഷെയർ 24 ആണല്ലേ ഇവിടെ? ഓക്കെ. ബാലൻസ് എത്രയാണ് കിട്ടുന്നത്? ബാലൻസ് എത്രയാ?
19,000 ആണെങ്കിൽ കൈവശം കാണിച്ചേ. 19,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. 19,000. യെസ്, 19,000 പ്രോഫിറ്റ് കിട്ടുക. അത് ഡിവൈഡ് ചെയ്യുക. 19,000 × 2/3. 19,000 × 2/3. പോയിന്റ് വരുന്നുണ്ടോ മക്കളെ? പോയിന്റ് വരുന്നുണ്ടെങ്കിൽ കൈവശം കാണിച്ചേ. യെസ്, 12,667 ആണോ പൈസ? യെസ്. അപ്പൊ 12,000 നമ്മുടെ കമലിന്റെ വരുന്നത്, സോറി കമലിന്റെ വരുന്നത് 12,667. റൗണ്ട് ചെയ്യാം കേട്ടോ, 667. കിരണ്ട് വരുന്ന 6,333. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചെല്ലാവരും. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. യെസ്. ഇനി നമ്മൾ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കണം. കറണ്ട് അക്കൗണ്ട് ആണ് വരയ്ക്കാൻ പറഞ്ഞേക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല. കറണ്ട് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ അല്ലേ? കറണ്ട് അക്കൗണ്ട് വരയ്ക്കാൻ നമുക്ക് ഏതൊക്കെ പാർട്ട്ണർ ഉണ്ട്? നമ്മുടെ കമൽ എന്ന് പറയുന്ന പാർട്ട്ണർ ഉണ്ട്, അതുപോലെ തന്നെ കിരൺ എന്ന് പറയുന്ന പാർട്ട്ണർ ഉണ്ട് അല്ലേ? രണ്ട് സൈഡിൽ അപ്പം നല്ല എമൗണ്ട് കോളം വരയ്ക്കുക. കമൽ അതുപോലെ തന്നെ കിരൺ. particulars, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. മക്കളെ ഇവിടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്, CR എന്ന് പറയുന്നത്. CR എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ബാലൻസ് ബ്രോ ഡൗൺ തന്നേക്കണേ? കമലിന്റെ 90 അല്ലേ സാറേ? 90,000 70,000 അല്ലേ? 90,000 70,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഒരിക്കലും എഴുതരുത് കറണ്ട് അക്കൗണ്ടിൽ. കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് CR ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ചെയ്താൽ, DR ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ചെയ്താൽ. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച്. കൃഷ്ണവേണി ക്ലിയർ അല്ലടാ? യെസ്. ഇനി ഇവിടെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ പെറുക്കി ഇവിടെ ക്രെഡിറ്റിൽ എഴുതാം. അപ്പൊ സാലറി ഉണ്ട് അല്ലെ? സാലറി ആർക്കാ? സാലറി കമലിനാണ്. അപ്പൊ കമലിന്റെ കോളത്തിൽ എന്ത് ചെയ്യുക? 60,000 സാലറി എഴുതുക. അതുപോലെ കമ്മീഷൻ ആർക്കാണ്? കിരണിനാണ് കമ്മീഷൻ. അപ്പൊ കിരണിന്റെ കോളത്തിൽ 48,000 എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? കമലിന്റെ 32,000, മറ്റാളുടെ 24,000. യെസ്. ഇത് നമുക്ക് ഇവിടെ കിട്ടിയ പ്രോഫിറ്റിലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അത് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ എഴുതാം. അപ്രോപ്രിയേഷൻ എത്രയാണ്? 12,667, 6,333. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് കമലിന്റെ 1,250, കിരണിന്റെ 750. ഇനി ഡ്രോയിങ്സ് വിട്ടുപോകരുത്. ക്വസ്റ്റ്യനിലെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നല്ലോ. യെസ്, ക്വസ്റ്റ്യനിലെ ഡ്രോയിങ്സ് എത്രയായിരുന്നു ലാസ്റ്റ്? 40,000 20,000 അല്ലേ? 40,000 20,000. മക്കളെ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ എടുക്കണം. പക്ഷെ അപ്രോപ്രിയേഷനിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? ഡ്രോയിങ്സ് എടുക്കില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ചില്ല. ഇത് SA ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് 6 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം, നാളെ അല്ല മറ്റന്നാൾ ചോദിക്കും. ഓക്കെ. ചിലപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും ചോദിക്കുക കറണ്ട് അക്കൗണ്ടിന് പകരം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഈ ബാലൻസ് 40,000 30,000 വേണം ബാലൻസ് ബ്രോഡൗണിൽ എഴുതാനായിട്ട് കേട്ടോ. യെസ്, കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ ആ ക്യാപിറ്റൽ ഒരിക്കലും എഴുതരുത് കേട്ടോ. യെസ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ആർക്കെങ്കിലും അപ്രോപ്രിയേഷനിലോ കറണ്ട് അക്കൗണ്ടിലോ ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച് നോക്കട്ടെ. യെസ്, ഐബിനെ ഓക്കെ അല്ലടാ? യെസ്, സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. എന്താണ് അഭിഷേക് TR മോനെ ചോദിച്ചോടാ? ക്ലോസിംഗ് ഡേറ്റിലോ? ഇയർ എൻഡിങ്ങിലാണ്. അപ്പൊ ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് തന്നിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റ് ഫോർ 6 months എന്ന് പറയുന്നൊരു കേസിൽ ഇടാ. അത് പ്രകാരമാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ മോനെ? എങ്ങനെയുണ്ടായിരുന്നു എക്കണോമിക്സ്? ഫുൾ ഉണ്ടാവും അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം, അടുത്തേക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. അത് ഏത് കേസ് വരും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എല്ലാ കേസും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സാറേ കാണിച്ചോളൂ. ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പൊ തൽക്കാലം നോക്കാം.
അതായത് ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കേട്ടോ. അതായത് എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവര് ഫസ്റ്റ് ഏപ്രിൽ 2024 2024 ഏപ്രിൽ 1-ാം തീയതി 40,000 രൂപയും 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഡ്യൂറിംഗ് ദ ഇയർ, ആ ഇയറിന്റെ കാലഘട്ടത്തിൽ എ ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ, എ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ 1st ജൂലൈയിലാണ് കേട്ടോ. ജൂലൈ 1-ാം തീയതിയാണ് പുള്ളിക്കാരൻ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. ആൻഡ് ബി ₹5,000 ഓൺ 1st ഒക്ടോബർ. ബി എന്ന് പറയുന്ന ആളോ ഒക്ടോബർ 1-ാം തീയതി വീണ്ടും ഒരു അഡീഷണൽ ക്യാപിറ്റൽ 5,000 രൂപ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 8% വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈസി കാണിച്ച് എല്ലാവരും. യെസ്, ഇവിടെ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഡേറ്റിനനുസരിച്ച് വേണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ഡേറ്റ്, അഡീഷണൽ ക്യാപിറ്റലിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു തരാം. നോക്കാം, നമുക്ക് ആദ്യം എയുടെ ചെയ്യാം. എ, അപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ, 40,000 ആണ് അല്ലേ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാണെങ്കിൽ 40,000 ഇൻറ്റു എത്ര പെർസെന്റ്, 8% അല്ലേ. അത് 8/100 ചെയ്താൽ മതി അല്ലേ. 3,200 ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അഡീഷണൽ ക്യാപിറ്റൽ, അഡീഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം. അഡീഷണൽ ആയിട്ട് ഈ പുള്ളിക്കാരൻ എ എന്ന് പറയുന്ന ആൾ നോക്കി, ഡ്യൂറിംഗ് ദ ഇയർ എ ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ, എ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. എത്ര രൂപ, 10,000 രൂപ കൊണ്ടുവന്നു അല്ലെ. 10,000 രൂപ ഇൻറ്റു 8/100. ആ പകുതിക്ക് വെച്ച് കൊണ്ടുവന്ന എമൗണ്ടിന് നമുക്ക് ഒരു വർഷത്തെ ഫുൾ പലിശ കൊടുക്കേണ്ട കാര്യമുണ്ടോ? 8% പെർ ആനം അല്ലേ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. പക്ഷെ പുള്ളിക്കാരൻ എന്നാ കൊണ്ടുവന്നത്, ജൂലൈയിലാണ്. അപ്പൊ ജൂലൈ മുതൽ എന്ന് വരെ നമ്മുടെ മാർച്ച് വരെയുള്ള കാലഘട്ടം നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. കാരണം ജൂലൈയിലല്ലേ അദ്ദേഹം കൊണ്ടുവന്നത്, നമ്മുടെ ഇയർ അവസാനിക്കുന്നത് മാർച്ചിലാണ്. കാരണം ഏപ്രിലല്ലേ നമ്മൾ തുടങ്ങിയത് പാർട്ണർഷിപ്പ്. അപ്പൊ ഏപ്രിൽ തുടങ്ങിയാൽ മാർച്ചിൽ അവസാനിക്കും. അപ്പൊ ജൂലൈയിൽ കൊണ്ടുവന്നാൽ ജൂലൈ 1-ാം തീയതി കൊണ്ടുവരണം. അപ്പൊ ജൂലൈ 1-ാം തീയതി മുതലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ഇൻറ്റു 9 മാസത്തേക്കാണ്. അപ്പൊ 9/12 ചെയ്യാം കേട്ടോ. അത് എത്രയെ കിട്ടാന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 10,000 ഇൻറ്റു 8/100 ചെയ്യുക. 8/100 ചെയ്യുമ്പോൾ നമുക്ക് 800 കിട്ടും. ആ 800 ഇൻറ്റു 9/12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 600 എന്ന് കിട്ടും. കറക്റ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച്, 600 ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്, അപ്പോൾ 3,800 വരും ആൻസർ. യെസ്, കറക്റ്റ് അല്ലേ മക്കളെ. അപ്പൊ എയുടെ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബിയുടെ വർക്ക്ഔട്ട് ചെയ്യുക. ബി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ്, 30,000 ആണ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നപ്പോൾ. 30,000 ഇൻറ്റു 8/100, 8/100. അപ്പോ 2,400 ആണോ. പ്ലസ് അഡീഷണൽ ആയിട്ട് വീണ്ടും നമ്മുടെ ബി കൊണ്ടുവന്നിട്ടുണ്ട് 5,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ 5,000 കൊണ്ടുവന്ന എന്നാ, ഒക്ടോബർ 1-ാം തീയതിയാണ് അല്ലെ. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ 6 മാസത്തേക്ക് കാണാം. അപ്പൊ 8/100 മാത്രം ചെയ്താൽ പോരാ, ഇൻറ്റു 6/12 ചെയ്യണം. അപ്പൊ എത്രയായി, 840. അപ്പോ 400, 400ന്റെ പകുതി 200. 200 ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഇപ്പൊ 2,600 ആണ് നമ്മുടെ ബിയുടെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ. ക്ലിയർ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ ഒന്ന് ഷാറായിട്ട് കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, ആയിഷിക്കിന് ഡൗട്ട് ഉണ്ട്, ആയിഷിക്ക് ചോദിച്ചോടാ. സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ അല്ലേടാ. അപ്പൊ ഇവിടെ എയും ബിയും കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഏപ്രിൽ തുടങ്ങിയാൽ സാധാരണ 2 ഇയർ ആണ് ഒരു കമ്പനിക്കുള്ളത്, ജാനുവരി ടു ഡിസംബറും ഏപ്രിൽ ടു മാർച്ചും. അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്താണോ തന്നേക്കണേ അത് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ 1st ഏപ്രിൽ അല്ലേ തന്നേക്കണേ. മിക്കവാറും ഏപ്രിൽ 1-ാം തീയതി ജനുവരി 1-ാം തീയതി ആയിരിക്കും. ജനുവരി 1 ആണെങ്കിൽ ഡിസംബറിൽ അവസാനിക്കും, ഏപ്രിൽ 1 ആണെങ്കിൽ മാർച്ചിൽ അവസാനിക്കും. നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ അല്ലേ. ഓക്കെ മക്കളെ, വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല, എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കൈ വീശി കാണിച്ച് നോക്കട്ടെ. ഓക്കെ, ക്ലിയർ. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റിന് കുറച്ച് തിയറി നോക്കാം. എല്ലാ പ്രോബ്ലം മാത്രം നോക്കി. അഡീഷണൽ ക്യാപിറ്റൽ സെയിം എന്താ, അഡീഷണൽ ക്യാപിറ്റൽ അല്ലാതെ വിഡ്രോവൽ വരുന്നെങ്കിൽ വിഡ്രോവൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണടാ, അത് മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് കുറച്ചാലും മതി. സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യില്ലടാ, അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത പൈസയിൽ അത് എന്നാണ് വിഡ്രോ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാണാം. എന്നിട്ട് ആ ഇൻട്രസ്റ്റ് മറ്റേ കിട്ടിയ ആൻസറിൽ നിന്ന് എന്ത് ചെയ്യുക, കുറയ്ക്കുക. മനസ്സിലായോ? വിഡ്രോ ചെയ്താൽ അതാണ് ഈസി മെത്തേഡ് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ വിഡ്രോവലും വരാട്ടോ മക്കളെ. അതായത് ക്യാപിറ്റലിൽ നിന്ന് അദ്ദേഹം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആള് കൊണ്ടുപോയ പൈസയുടെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സാറേ. നെക്സ്റ്റ് തിയറി വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് കംസ് ടു ആൻ എൻഡ്, മേക്ക് എ ന്യൂ എഗ്രിമെന്റ് അല്ലെ. നിലവിലുള്ള എഗ്രിമെന്റ് അവസാനിപ്പിച്ചിട്ട് പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, പുതിയ ഭരണഘടന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും,
നിലവിലുള്ള പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പുതിയൊരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യും, അല്ലെങ്കിൽ പുതിയ എഗ്രിമെന്റ് നമ്മൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. എപ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക? കാണിച്ചാലും മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം. ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം എപ്പോഴാണ് നമ്മൾ പുതുക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ എഗ്രിമെന്റ് പുതുക്കുക? ഒന്ന് പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ പാർട്ണർഷിപ്പിലോട്ട് എയും ബിയും സിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിലോട്ട് ഡി എന്ന് പറയുന്ന പാർട്ണർ വരുമ്പോൾ നമ്മൾ പഴയ എഗ്രിമെന്റ് ഒക്കെ മാറ്റി പുതുക്കും. അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നാമത്തെ മോഡാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ക്ലിയർ ആണോ കൃഷ്ണവേണി? 2, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ അല്ലടാ നിരഞ്ജന? തെറ്റല്ലേ? യെസ്. അടുത്ത 3, റിട്ടയർമെന്റ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഏതെങ്കിലും പാർട്ണർ റിട്ടയർ ആയി പോവുക, വിരമിച്ചു പോവുക, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ണർ, ഏതെങ്കിലും പാർട്ണർ മരിച്ചു പോവുക, അല്ലെ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. റീകോൺസ്റ്റിറ്റ്യൂഷന്റെ റീസൺസ് ആണ്. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ? 2 മാർക്കിന് ചോദിക്കാം. പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ണറിന് നമ്മൾ കൊടുക്കുന്ന 2 അധികാരങ്ങളുണ്ട്, 2 റൈറ്റുകളുണ്ട്. ഏതൊക്കെ 2 റൈറ്റുകൾ? റൈറ്റ് ടു ഷെയർ ദ അസെറ്റ് ഓഫ് ദ ഫേം. നമ്മുടെ സ്ഥാപനത്തിന്റെ അസെറ്റിനുള്ള അധികാരം നമ്മൾ പുതിയ ആൾക്ക് കൊടുക്കും. 2, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം. നമ്മുടെ സ്ഥാപനത്തിലെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അല്ലെ, അതിനുള്ള അധികാരം ആർക്കുണ്ട്? പുതിയ പാർട്ണറിനുണ്ട്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓർ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുക? ചിലപ്പോൾ 4 മാർക്കിനായിരിക്കും ചോദിക്കുക. ഇത് പഠിച്ചാൽ എനിക്ക് തോന്നുന്നത് റിട്ടയർമെന്റിലും ഏകദേശം ഒരു 4 പോയിന്റ് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ 4 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ണർ, ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതുപോലെ ന്യൂ പ്രോഫിറ്റ് ഷെയർ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ. അത് അഡ്മിഷൻ ആണെങ്കിൽ സാക്രിഫൈസിംഗ് എന്ന് പറഞ്ഞു എഴുതാം. റിട്ടയർമെന്റ് ഡെത്ത് ആണെങ്കിലോ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ എന്ന് എഴുതാം കേട്ടോ. തെറ്റിച്ച് കളയരുത്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ 2 എഴുതാൻ പറ്റും. അതുപോലെ റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി 2 എഴുതാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 എഴുതാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അതും 2 എഴുതാം. ഓക്കെ ആണെങ്കിൽ കാണിച്ച്. അപ്പോൾ അഡ്മിഷൻ ടൈമിലെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. റിട്ടയർമെന്റും ഡെത്തും ആണെങ്കിൽ ഇത് തന്നെയാണ്, പക്ഷേ അവിടെ സാക്രിഫൈസിങ്ങിന് വരെ എന്ത് കൊടുക്കുക? ഗെയിനിങ് റേഷ്യോ എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ്, ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം സെയിം തന്നെ എഴുതാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് കാണിച്ച എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ഗുഡ് വിൽ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ? അല്ലെ, എന്ത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ +1 തൊട്ട് പഠിക്കുന്നുണ്ട്. ഗുഡ് വിൽ ഈസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇറ്റ് ഹാവ് നോ എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇറ്റ് കനോട്ട് ബി സീൻ ആൻഡ് ടച്ച്. അല്ലെ, അതായത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. നമുക്ക് തൊടാനും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഫീലും അല്ലെ കിട്ടാത്ത, ഇറ്റ് കനോട്ട് സീൻ ആൻഡ് ടച്ച്, കാണാനും തൊടാനും പറ്റാത്ത ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെ, ഗുഡ് വിൽ ഈസ് എ റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ റെപ്യൂട്ടേഷനെയാണ് ഗുഡ് വിൽ എന്ന് പറയുക. അല്ലെ, സൽപ്പേര്. അല്ലെ, ഈ ഗുഡ് വിൽ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യുക? അതിന് ഫാക്ടേഴ്സ് ഉണ്ട്. കുറേ അധികം ഫാക്ടറുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു സ്ഥാപനത്തിന്റെ സൽപ്പേര് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വാല്യൂ ചെയ്യുക. എന്തൊക്കെ ഫാക്ടർ കൺസിഡർ ചെയ്യുക? നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ, ബിസിനസ് എവിടെയാണ് നിലനിൽക്കുന്നത്, ആ ലൊക്കേഷൻ കൺസിഡർ ചെയ്യും. 2, ബിസിനസിന്റെ സ്വഭാവം. അല്ലെ, നമുക്ക് എപ്പോഴും ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ആണെന്ന് നോക്കണം. അത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് നല്ല സൽപ്പേര് ഉണ്ടാവും. അല്ലെ, എപ്പോഴും വാങ്ങുന്ന പ്രൊഡക്റ്റ് അല്ലേ. അടുത്ത എഫിഷ്യന്റ് മാനേജ്മെന്റ്, നല്ല കാര്യക്ഷമമായിട്ട് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ടൈം ഫാക്ടർ അല്ലേ, സമയപരിധി. കുറേ നാളുകളായിട്ട് കുറേ സമയമായിട്ട് നമ്മുടെ കമ്പനിക്ക് നല്ല ലാഭത്തിലോ പോണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗുഡ് വിൽ ഉണ്ടാവും. അല്ലെ, അതാണ് ടൈം ഫാക്ടർ. അടുത്ത മാർക്കറ്റ് സിറ്റുവേഷൻ. നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കമ്പനി ഒരു മൊണോപ്പൊളി മാർക്കറ്റ് ആണെങ്കിൽ, ഒരു കുത്തക മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഗുഡ് വിൽ ഉണ്ടാവും. കാരണം എന്താ, നമുക്ക് പകരം വെക്കാൻ വേറെ പ്രൊഡക്റ്റ് ഇല്ലല്ലോ. കുത്തക എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? നമുക്ക് പകരം വെക്കാൻ വേറെ മാർക്കറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ആളുകൾ വാങ്ങുള്ളൂ. അപ്പൊ മാർക്കറ്റ് സിറ്റുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൂടാണ്ട് എന്തെങ്കിലും എക്സ്ട്രാ അഡ്വാൻറ്റേജ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനുണ്ടെങ്കിൽ, അതും ഗുഡ് വിൽ കൂട്ടാനായിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. എന്താ ഒന്ന് കാണിച്ചത്? അതാരയച്ചത്? നവ്യ. ഓക്കെ, നവ്യ ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട് മക്കളെ. നമുക്ക് ചെയ്താലോ? ചെയ്യാമോ? റെഡിയാണോ? നവ്യ അയച്ച ക്വസ്റ്റ്യൻ ഇട്ടേക്ക് സാറേ. അതുകൂടി കഴിഞ്ഞിട്ട്, ആ തിയറി കഴിഞ്ഞിട്ട് പറയാം. ഒരു തിയറി കാണിക്കാം മക്കളെ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നവ്യയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നീഡ് ഫോർ വാല്യൂവേഷൻ ഓഫ് ഗുഡ് വിൽ. മക്കളെ എപ്പോഴും നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യുക. ഒരു കമ്പനിയിൽ എപ്പോഴും നമ്മൾ സൽപ്പേര് ഗുഡ് വിൽ വാല്യൂ ചെയ്യുക. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു പാർട്ണർ റിട്ടയർ ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫേമുകൾ ഡിസോൾവ് ആകുമ്പോൾ, അല്ലെ,
അതുപോലെ അമാൽഗമേഷൻ ഓഫ് ഫേം, രണ്ട് സ്ഥാപനങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ ഗുഡ് വിൽ വാല്യൂ ചെയ്യുക. ഇനി ഗുഡ് വിൽ കാണാനുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഗുഡ് വിൽ കാണാനുള്ള മെത്തേഡുകളൊക്കെ ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ്, ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ്. ജസ്റ്റ് മെത്തേഡിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതങ്ങനെ മെത്തേഡ് എടുത്ത് ചോദിക്കാറൊന്നുമില്ല. അടുത്ത് കാണിച്ചോളൂ. യെസ്, നെക്സ്റ്റ് വാട്ട് ഈസ് റിവാലുവേഷൻ അക്കൗണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചപ്പോൾ നിങ്ങൾ വാ വിളിച്ചിരുന്ന ആൾക്കാരാണല്ലേ നിങ്ങൾ. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് റിവാലുവേഷൻ അക്കൗണ്ട്. ആഷിക്കേ, ടീച്ചർ എന്താ മാറ്റി പറഞ്ഞില്ല? പ്രൊഫഷൻ ആണെന്ന് എന്താ പറഞ്ഞില്ലേ? ആഷിക്കിനോടല്ലേ പറഞ്ഞ ടീച്ചർ? അത് മാറ്റി പറയിച്ചോ ടീച്ചർ? കറക്റ്റ് ആക്കി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അത് റിയലൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ചോദിച്ചാൽ അതൊരു നോമിനൽ അക്കൗണ്ടാണ്. അപ്പൊ ഒരു സെന്റൻസ് കിട്ടിയില്ല രണ്ടിലും. ഇത് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഡെബിറ്റിൽ എക്സ്പെൻസ് കാണിക്കുന്നു, ക്രെഡിറ്റിൽ ഇൻകം കാണിക്കുന്നു. ഓക്കെ അല്ലേ അനുഭവേ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ബ്രിങ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ടു ദെയർ കറന്റ് വാല്യൂ ആൻഡ് ടു ascertain the result and profit or loss. മനസ്സിലായില്ലേ? അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും കറന്റ് വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈക്വൽ ആക്കാൻ വേണ്ടി, കറന്റ് വാല്യൂ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റിവാലുവേഷൻ അക്കൗണ്ട്. എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് വർക്ക്ഔട്ട് ചെയ്യും? പ്രോഫിറ്റ് ഓർ ലോസ് വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഇഷ്ടം പോലെ എഴുതി വെക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. റിയലൈസേഷൻ ആണെങ്കിലോ, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഇതികൂടെ. യെസ്, അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഓൺവേർഡ്സിലുള്ള പോയിന്റുകളൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടട്ടെ, നല്ല കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ നമ്മുടെ നവ്യ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ ശ്രീ സാറേ? യെസ്, ഇതായിരുന്നു നമ്മുടെ നവ്യ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? Yes, Mohan is a partner in a firm. On 1st April 2017, his capital account showed a balance of rupees 5 lakh. മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ ഉണ്ട്. പുള്ളിക്കാരൻ ഏപ്രിൽ 1-ാം തീയതി അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 5 lakh rupees ആണ്. ഹി ഹാഡ് വിഡ്രോൺ rupees 50,000 ഫ്രം ഹിസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നിന്നും ഒരു 50,000 രൂപ 1 ജൂലൈ 2017 വിഡ്രോ ചെയ്തു. എങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര? 6% ആണെങ്കിൽ, ഇത് നമ്മുടെ ഫൈസയാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ചോദിച്ചത്? എങ്ങനെയാ വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യാന്ന്? അല്ല, നവ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഫൈസ ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചിരുന്നത് എങ്ങനെ ചെയ്യാന്ന് അല്ലെ? അപ്പൊ പറഞ്ഞുതരാം മക്കളെ. ഇത് സിമ്പിൾ ആണ്. എന്താണ് നെഹല? വേണമെങ്കിൽ എഴുതിയെടുത്ത ആവശ്യമുണ്ടെങ്കിൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് മക്കളെ. അപ്പൊ ഞാൻ കുറച്ച് എളുപ്പവഴിയിൽ പറയാം. ഈ മെത്തേഡിൽ ചെയ്യണമെന്നില്ല കേട്ടോ. നവ്യ എവിടെ സാറേ? ഇല്ലേ നവ്യ ഇല്ലേ? നവ്യ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോടാ. ക്വസ്റ്റ്യൻ അയച്ച നവ്യ ഇവിടെ. നവ്യ, ഇത് ചെയ്യാൻ വേറെ എളുപ്പവഴി ഉണ്ട്. ഇതുപോലെ ചെയ്യണമെന്നില്ല കേട്ടോ. എങ്ങനെ ചെയ്താലും ആൻസർ ഇട്ടൂടാ. സെയിം ആൻസർ ഇട്ടു. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെയ്ത് കാണിക്കാം നമ്മുടെ മെത്തേഡിൽ. മക്കളെ 5 lakh അല്ലേ നമ്മുടെ മോഹൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്ര? 1st April. അപ്പൊ 5 lakh എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പൊ 5 lakh ഇൻറ്റു എത്ര പെർസെന്റേജ്? 6%. അപ്പൊ 6/100 ചെയ്യാം. ഇയർ 31st ആണല്ലോ, അപ്പൊ ഏപ്രിലാണ് കൊണ്ടുവന്നേക്കണേ. അപ്പൊ 5030, 2 0 കട്ട് ചെയ്തു. 5030, 1 2 3, 30,000. ഓക്കെ അല്ലേ? ഇത് കിട്ടിയത് മനസ്സിലാക്കി വിഷയം കാണിച്ച്. യെസ്, പ്ലസ് പുള്ളിക്കാരൻ കുറച്ച് പൈസ വീട്ടിലോട്ട് കൊണ്ടുപോയില്ല, 50,000 രൂപ എന്നാ ജൂലൈ 1-ാം തീയതി. അപ്പൊ അന്ന് മുതലുള്ള 50,000 രൂപ ഇൻട്രസ്റ്റ് ആൾ കിട്ടുമോ? കിട്ടൂല, കാരണം അയാൾ വീട്ടിൽ കൊണ്ടുപോയില്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആ 50,000 രൂപയുടെ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യണം. 50,000 ഇൻറ്റു 6/100 ഇൻറ്റു എന്നാ കൊണ്ടുപോയത് ആള്? ജൂലൈ 1-ാം തീയതിയാണ് പുള്ളിക്കാരൻ വിഡ്രോ ചെയ്തത് അല്ലേ? അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലല്ലേ അവസാനിക്കുന്നത്. അപ്പൊ 9 മാസത്തേക്ക് 9/12. അത് കണ്ടുപിടിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടൂലല്ലോ, അതായത് വീട്ടിൽ കൊണ്ടുപോയതല്ലേ. അപ്പൊ 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 9/12 ചെയ്യാം. അപ്പൊ 2250 രൂപ പുള്ളിക്കാരന് കിട്ടൂല. 2250 രൂപ പുള്ളിക്കാരന് കിട്ടൂല. അപ്പൊ ഈ 30,000 നിന്ന് 2250 കുറച്ചാൽ എന്ത് കിട്ടും? ആൻസർ ഈസ് 27,750. ഇതിനല്ലേ നവ്യ നമുക്ക് കിട്ടിയ ആൻസർ? ഇതിനല്ലേ കറക്റ്റ് ആൻസർ? എന്താണ് സംശയം? ക്ലിയർ ആയോ നവ്യ?
അപ്പോൾ വിഡ്രോവൽ വന്നാൽ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച മക്കളെ ഇത് ഈസി മെത്തേഡ് ആണ് കേട്ടോ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾ അത് ഫോളോ ചെയ്തോ. ഇത് കുറച്ച് ടൈം നിങ്ങളുടെ വേസ്റ്റ് ആയി പോകും. ഇത് ആലോചിച്ച് അതിന് സെപ്പറേറ്റ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഇത് അറിയാവുന്നവരാണെങ്കിൽ അതിൽ ചെയ്തോ, ഞാൻ അത് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. ഏത് എളുപ്പം, ഇത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈവിശ്യം കാണിച്ച്, ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈവിശ്യം കാണിച്ച്. ഓൾമോസ്റ്റ് ഇതാണ് ഈസി അല്ല എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റനിലോട്ട് പോകാം. അടുത്ത തിയറി ക്വസ്റ്റൻ അല്ലേ സാറേ? നവി വേറെ ക്വസ്റ്റൻ അയച്ചിട്ടുണ്ടോ? ആണോ? നവി വേറൊരു ക്വസ്റ്റൻ അയച്ചിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% per annum ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അക്കൗണ്ട് ഇയർ എൻറ്റഡ് ഓൺ 31st December 2023 ആണ്. അതിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ വന്നിട്ട് അമലും ബിമലും ആണ്. അത് January 1 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടിട്ടുണ്ട്, വിഡ്രോവൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? ഇത് കൺഫ്യൂഷൻ ആണോ അവിടെ നിനക്ക്? നവി കൺഫ്യൂഷൻ, നവീനെ വിളിക്കൂ സാറേ. വേണ്ട, ഇത് നമ്മുടെ മെത്തേഡ് തന്നെ ചെയ്യൂ. കാണിച്ചു തരാം. ഒരെണ്ണം കാണിച്ചു തന്നാ പോരെ, അമലിന്റെ മാത്രം. യെസ് മക്കളെ, ഇങ്ങനെ വരുമ്പോൾ രണ്ടെണ്ണം അഡീഷണൽ വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കാണാന്നുള്ള ഞാൻ പറഞ്ഞുതരാൻ പോണേ. അപ്പൊ ഞാൻ അമലിന്റെ കാണിച്ചു തരാം. ഇവിടെ ഇതെന്താ സാധനം? പോവില്ലേ, തിക്കിലുള്ളതാണ്. ഈ നവ്യ ഇവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ട് വരണമെങ്കിൽ. അമൽ, നമുക്ക് അമലിനെ കണ്ടുപിടിക്കാം കേട്ടോ. അമലിന്റെ സ്റ്റാർട്ടിങ്ങിൽ 40,000 അല്ലേ കൊണ്ട്, 31st December ആണ് അവസാനിക്കുന്നത് അല്ലേ? അപ്പൊ 40,000 ഇൻറ്റു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നിട്ട് 6% ആണ്. അപ്പൊ 6/100 ചെയ്യാം. 14, 24, 14, 26, 24, 2400 ആണെങ്കിൽ വിഷയം കാണിച്ച മക്കളെ. ഈ അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടണം. അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ കൂട്ടല്ലേ ചെയ്യാം. എന്നാ കൊണ്ടുവന്നേക്കണ ആള് 5ാം മാസം, January, February, March, April, May. മെയ്യിലല്ലേ കൊണ്ടുവന്നേക്കണേ. അപ്പൊ മെയ് തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പൊ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 8 മാസമാണോ അർജുനെ? അപ്പോൾ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12. 8 അല്ലേ വരണേ? 8/12 എത്ര കിട്ടുന്ന മക്കളെ? 800 ആണെങ്കിൽ വിഷയം കാണിച്ച. അർജുന 800 ആണോടാ? യെസ്, 800 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടാം. അപ്പോൾ 2400 + 800 3200. ഓക്കെ അല്ലേ? 3000, 8, 9, 10, 3200. അതിന് എന്ത് കിട്ടൂല? വിഡ്രോ ചെയ്ത എമൗണ്ടിനെ കിട്ടൂല അല്ലേ? അത് കുറച്ചാ പോരെ. അപ്പൊ 10,000 ഇൻറ്റു 6/100. അതെന്നാ വിഡ്രോ ചെയ്തേക്കണേ? 10ാം മാസത്തിലാ. അപ്പൊ 10, 11, 12 3 മാസത്തേക്ക് കിട്ടൂല. അപ്പൊ ഇൻറ്റു 3/12 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടുന്ന? 3/12 150 ആണോ? 150 ആണെങ്കിൽ വിഷയം കാണിച്ച് അല്ലേ? ആണോ അർജുനെ? ആൻസിറ്റിക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആൻസിറ്റാ 150 തന്നെയാണ്. 150 കുറയ്ക്കുക. ആൻസർ ഈസ് 3050. സെയിം മെത്തേഡിലാണ് ചെയ്തേക്കണേടാ നവ്യ. അത് രണ്ട് മെത്തേഡിൽ ചെയ്താലും കൺഫ്യൂഷൻ വന്നു അല്ലേ? നമ്മളിപ്പോഴുള്ള ഈ മെത്തേഡിൽ ഞാൻ ചെയ്യാറുള്ളൂ. ഓക്കെ, യെസ് മകളെല്ലാവർക്കും ഓക്കെ ആണ്. കേസും കാണിച്ച ഇപ്പോ സെറ്റല്ലേ? അപ്പൊ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും വിഡ്രോവൽ വന്നാലും ഓക്കെ. ഡാഗിനെയ സെറ്റ് അല്ലേടാ? മേരി ജിൻസി മാച്ചോട്ടെ. ഇത് കൃഷ്ണവേണി ഓക്കെ അല്ലേ? കൃഷ്ണവേണി വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആവശ്യമുള്ളവർ കേട്ടോ. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോ. നെഹല വേണമെങ്കിൽ എടുത്തോ. എബിൻ ജേക്കബ് ഓക്കെ അല്ലേ? ഓക്കെ, എബിന് ഡൗട്ട് ഉണ്ടോ? എബിന് ചോദിക്കാൻ മടിയാണ്. എന്താ? ആ ആ അതായത് 10ാം മാസത്തിലല്ല വിഡ്രോ ചെയ്തേ കണ്ടോ? 10ാം മാസത്തിലാ. അപ്പോ 10 എന്ന് പറയുമ്പോൾ ഒക്ടോബറിലാണ്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തേക്ക്. ഓക്കെ. ആൻസിറ്റ ചോദിച്ച ആൻസിറ്റ. അതെ, ഡിസംബറിലല്ലേ അവസാനിക്കണേ? എടാ 5 1 1 തീയതിയാണ്. 5 ക്ലോസിംഗ് ഡേറ്റ് അല്ല. അപ്പൊ 5 കൂട്ടണ്ടേ? ഒന്ന് കൂട്ടി. 5 കൂട്ടി. 5 എത്രയാ? പെട്ടല്ലേ? എടാ 5, 6, 7, 8, 9, 10, 11,
12 എത്രയാ? ഓക്കെ, ദൈവമേ ഇവരെ എണ്ണാനും പഠിപ്പിക്കണേ. ഓക്കെ ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഓക്കെ നെഹല, ആവശ്യമുണ്ട് അതൊക്കെ എഴുതിയിരിക്കുന്നില്ല നെഹല? അടുത്ത ദിവസത്തിലോട്ട് പോ. ആൻസിന്റെ പിന്നെ എണ്ണിക്കൊണ്ടിരിക്കുക, ശരിയാവുന്നില്ല കണക്കങ്ങോട്ട്. അല്ല ആൻസിറ്റാ. യെസ്, അപ്പൊ ഡിസൊല്യൂഷൻ. വാട്ട് ഈസ് ഡിസൊല്യൂഷൻ? നമുക്ക് തിയറിയാണ് ഞാൻ പറയണേ ചാപ്റ്ററിലെ. തിയറി ആദ്യം പറഞ്ഞതിന് പ്രോബ്ലം കാണിച്ചു തരാം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് അപ്പ് അല്ലേ, അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന എഴുതി വെച്ചാൽ മതി കേട്ടോ. ഒരു പാർട്ട്ണർഷിപ്പ് അടച്ചു പൂട്ടുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയാ. രണ്ട് തരത്തിലുള്ള ഡിസൊല്യൂഷൻ ഉണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, രണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചോളൂ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെൻ ദ റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എമംഗ് ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ചേഞ്ചസ് വിത്തൗട്ട് അഫക്ടിങ് ദ എൻറ്റിറ്റി ഓഫ് ദ ഫേം. മനസ്സിലായ മക്കളെ? അതായത് സ്ഥാപനത്തിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ പാർട്ട്ണറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം മാറുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും സിയും കൂടി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് അവർക്ക് 3 പേർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം പിയും ക്യൂ ആർ ഏറ്റെടുത്തു, അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ബിസിനസ് ഒരിക്കലും അവസാനിച്ചിട്ടില്ലല്ലോ, പാർട്ട്ണറല്ലേ മാറിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എയും ബിയും നടത്തുന്നുണ്ട്, സി മാത്രം മാറിപ്പോയി, സിക്ക് വേറെ പി എന്ന് പറയുന്ന ആൾ വന്നു. അപ്പോഴും പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ മാറുന്നുള്ളൂ, ഒരിക്കലും സ്ഥാപനം മാറുന്നില്ല, സ്ഥാപനം അടച്ചുപൂട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച്. ഈ ശരിക്കും പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ മോഡ് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണെന്നറിയോ? അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ആണ് കേട്ടോ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ മോഡ് നന്നായി ശ്രദ്ധിച്ചോ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റ് മാറില്ലേ, അത് എപ്പോഴാ? അഡ്മിഷൻ സമയത്തും റിട്ടയർമെന്റ് സമയത്തും ഡെത്ത് സമയത്തല്ലേ. അപ്പൊ അതിന്റെ മോഡ് ചോദിച്ചാൽ അത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഒരു സ്ഥാപനം ഡിസോൾവ് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടി. മനസ്സിലായോ? അത് പല കാരണങ്ങൾ കൊണ്ട് അടച്ചുപൂട്ടാൻ, ചിലപ്പോൾ ഇല്ലീഗലായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ആവാം, അല്ലെങ്കിൽ എല്ലാ പാർട്ണറും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ വന്നാല് പാർട്ണർഷിപ്പ് മൊത്തമായിട്ട് അടച്ചുപൂട്ടില്ലേ, ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച്. അടുത്ത കാണിച്ചു പറയാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞ സാധനം. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, എക്സ്പയറി ഓഫ് ദ പീരീഡ്, മെർജർ, ഇതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മക്കളെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താണ്? ഇവിടെ റിലേഷൻഷിപ്പ് മാറുന്നു, ഇവിടെ റിലേഷൻസ് മാറുന്നില്ല, കമ്പനി അടച്ചുപൂട്ടുന്നു. ഇത് ബിസിനസ് ഒരിക്കലും അടച്ചുപൂട്ടുന്നില്ല, ഇവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കോടതി ഇടപെടുന്നില്ല, കോടതി ഇടപെടേണ്ട കാര്യമില്ലല്ലോ, കാരണം പാർട്ണർഷിപ്പ് അടച്ചു പൂട്ടുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിൽ കോർട്ട് മേ ഇന്റർവെൻ, കോടതി വേണമെങ്കിൽ ഇടപെടാം. ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്, കമ്പനി അടച്ചു പൂട്ടുമ്പോൾ തന്നെ പാർട്ണർഷിപ്പ് മാറുകയല്ലേ ചെയ്യുന്നത്, ഒരിക്കലും പാർട്ണർഷിപ്പ് അവസാനിക്കുന്നില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ ക്ലോസ് ചെയ്യില്ല. ഇവിടെയാണെങ്കിലോ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. ഇനി അസറ്റ് ലയബിലിറ്റീസ് ഇവിടെ റീവാല്യൂ ചെയ്യും, കാരണം റീവാല്യൂഷൻ അക്കൗണ്ട് അല്ലേ ഇവിടെ പ്രിപ്പയർ ചെയ്യുക അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അഡ്മിഷൻ, റിട്ടയർമെന്റ് എത്തല്ലേ, ഇവിടെ റീവാല്യൂഷൻ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇവിടെയാണെങ്കിലോ അസറ്റുകളെല്ലാം വിറ്റിട്ട് കിട്ടുന്ന പൈസ വെച്ച് ലയബിലിറ്റീസ് നമ്മൾ പെയ്ഡ് ഓഫ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയി. അടുത്താണ് മക്കളെ മോഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എപ്പോഴൊക്കെയാണ് ഒരു സ്ഥാപനം അടച്ചുപൂട്ടുക? ഇത് ചോദിക്കാൻ എനിക്ക് തോന്നുന്നു ചാൻസ് ഉണ്ടെന്ന്, കാരണം ഈ അടുത്തൊന്നും അങ്ങനെ വന്നു കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞ പോലെ വന്നില്ലേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വന്നില്ലേ, ടി സി ഡി എസ് സി, സീറോ ഔട്ട്പുട്ടിലെ ഡി സി തന്നെയായിരിക്കും ഡി എസ് സി, ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ അതൊക്കെ? ഓക്കെ യെസ്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ മോഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എന്ന് കരുതി ബാക്കിയുള്ളൊന്നും ചോദിക്കില്ല എന്നല്ല, ഡിഫറൻസ് വരാനും ചാൻസ് ഉണ്ട്. ഡിഫറൻസ് എന്തായാലും ഒരു ഡിഫറൻസ് ഉറപ്പായിട്ടും വരും. അത് ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ് ആവാം, സാക്രിഫൈസിങ് ഗെയിനിങ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആവാം, അല്ലെങ്കിൽ റീവാല്യൂഷൻ, റിയലൈസേഷൻ, ഈ 4 ഡിഫറൻസിൽ ഒരെണ്ണം ഉറപ്പായിട്ടും വരും കേട്ടോ. യെസ്. ഇവിടെ നോക്കാം, എപ്പോഴാണ് നമ്മുടെ സ്ഥാപനം അടച്ചുപൂട്ടുക? എഗ്രിമെന്റ് അല്ലെ, എഗ്രിമെന്റ് മുഖേന ഇത്ര കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് എത്രയാണ്? ഓക്കെ ഓക്കെ. അപ്പൊ ഡിസൊല്യൂഷൻ എഗ്രിമെന്റ് മനസ്സിലായില്ലേ? എഗ്രിമെന്റ് മുഖേന നമ്മൾ പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കും. നമ്മൾ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു 5 വർഷം വരെ നമ്മുടെ പാർട്ണർഷിപ്പ് ഉള്ളൂ. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടച്ചുപൂട്ടുക. അതുപോലെ കമ്പൽസറി ഡിസൊല്യൂഷൻ, എപ്പോഴേക്കും കമ്പൽസറി ആയിട്ട് കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും പാർട്ണർഷിപ്പ്? ആർക്കെങ്കിലും പറയാമോ? എപ്പോഴൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പ് കമ്പൽസറി ആയിട്ട് അടച്ചുപൂട്ടേണ്ടി വരും? അത് എപ്പോഴൊക്കെ കമ്പൽസറി ആയിട്ട് അടച്ചുപൂട്ടുക? ആരെ വിളിക്കാം? ശ്രീലക്ഷ്മി, 3rd റോയിൽ 2nd വൺ. എപ്പോഴേക്കും കമ്പൽസറി ഡിസൊല്യൂഷൻ സംഭവിക്കുകയാണ്? വേഗം പറയും. ശ്രീലക്ഷ്മിക്ക് റേഞ്ച് ഇല്ലേ? എന്നാ നമുക്ക് നേഹനെ വിളിച്ചാൽ. നേഹ അറിയോ? നേഹ 4th റോയിൽ ലാസ്റ്റ് വൺ സാറേ. എടാ അറിയോടാ കമ്പൽസറി ഡിസൊല്യൂഷൻ എപ്പോഴൊക്കെയാ സംഭവിക്കാന്ന്?
ഇല്ലീഗൽ ആയിട്ട് ബിസിനസ് നടത്തുക. പിന്നെയോ ഓൾ പാർട്ട്നേഴ്സ് ഡെത്ത് സംഭവിക്കില്ലേ? എല്ലാ പാർട്ട്നേഴ്സും മരിച്ചു പോകുമ്പോൾ സംഭവിക്കില്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അതുപോലെ അല്ലെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ പാർട്ട്ണർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസി, അവിടെയും പറയാം. അതുപോലെ ഇൻസെയിൻ, ഭ്രാന്ത് പിടിക്കുക അല്ലേ? അല്ല, ഇൻസെയിൻ വരിക, ഇൻസോൾവെന്റ് ആവുക, പാപ്പരാവുക, അതുപോലെ തന്നെ ഭ്രാന്ത് പിടിക്കുക പാർട്ട്നേഴ്സിന്, അപ്പോഴൊക്കെ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. അതുപോലെ നോട്ടീസ് അയച്ചുകൊണ്ട് ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. കോടതി ഇടപെടൽ മിക്കവാറും അത് ഇല്ലീഗൽ ബിസിനസ് വരുമ്പോഴാണ് കോടതി ഇടപെട്ടിട്ട് അടച്ചുപൂട്ടുക കേട്ടോ. ഓക്കെ ആണ്, നിങ്ങൾക്ക് വിഷയം കാണിച്ച മക്കളെ സെറ്റ് ആണെങ്കിൽ. നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്? അപ്പൊ നമുക്ക് പറയാം, റീവാലുവേഷനിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എഴുതാം, ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് എപ്പോഴാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? Prepared for the purpose of closing the account of asset and liabilities and for finding out the profit or loss on realization of asset and payment of liability. കണ്ടോ, അസറ്റുകളെല്ലാം വിറ്റിട്ട് ആ കിട്ടിയ എമൗണ്ട് വെച്ച് ലയബിലിറ്റീസ് കൊടുത്ത് തീർത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇത് കൂടാതെ ഒരു ലൈൻ കൂടി ചെയ്താലോ, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് at the time of dissolution of partnership firm. ഓക്കെ ആണോ? ഓക്കെ ആണ്, കൈവശി കാണിച്ചേ. അനുഭവം കൈവശിടാ കഴിഞ്ഞ സാർ ഇത്. യെസ്, അപ്പൊ നമ്മൾ ഡിസൊല്യൂഷനിലെ ഒരു ഇതും കൂടി ഇല്ലേ? യെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും. റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്. ഇത് നന്നായി പഠിക്കണം കേട്ടോ മക്കളെ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. അഡ്മിഷൻ സമയത്തോ റിട്ടയർമെന്റ് സമയത്തോ ഡെത്ത് സമയത്തോ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ്? ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, ഒരു സ്ഥാപനം അടച്ചുപൂട്ടുമ്പോഴാണ്. ഇവിടെ അസറ്റിന്റെ ലയബിലിറ്റീസിന്റെയും റിവൈസ്ഡ് വാല്യൂ, റിവൈസ്ഡ് എന്ന് പറഞ്ഞാൽ റിവാലുവേഷൻ അക്കൗണ്ടാണ്, മനസ്സിലായോ? റിയലൈസ്ഡ് ആണെങ്കിലോ അത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഇനി ഓൺലി ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, അസറ്റിന് ലയബിലിറ്റീസിനായി ചേഞ്ച് മാത്രമേ റിവാലുവേഷന് കാണിക്കുള്ളൂ. അസറ്റിന് ലയബിലിറ്റീസിന് എന്ത് ചെയ്യും? ബുക്ക് വാല്യൂലാണ് റിയലൈസേഷനിൽ കാണിക്കുക. ഇവിടെ എക്സ്പെൻസുകൾ കാണിക്കില്ല അല്ലേ? റിവാലുവേഷനിൽ റിയലൈസേഷൻ എക്സ്പെൻസുകൾ ഇവിടെ കാണിക്കുക, റിയലൈസേഷനല്ലേ കാണിക്കുക. അപ്പോൾ ഇവിടെ എക്സ്പെൻസുകൾ കാണിക്കില്ല, ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസുകൾ കാണിക്കും. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും, റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഫേം കണ്ടിന്യൂ, സ്ഥാപനം മുന്നോട്ട് പോകും, ഒരിക്കലും അടച്ചുപൂട്ടുന്നില്ലല്ലോ. പക്ഷെ റിയലൈസേഷനിലാണെങ്കിലോ ഫേം ഈസ് ഡിസോൾവ്ഡ് ആഫ്റ്റർ ദിസ് പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷൻ ശേഷം കമ്പനി വൈൻഡ് അപ്പ് ചെയ്തു, ഇനി കമ്പനി ഇല്ല, പാർട്ട്ണർഷിപ്പ് ഇല്ല. ഓക്കെ ആണെങ്കിൽ കൈവശിക്കാണ് ചെയ്യും. ലാസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്. മക്കളെ, നമ്മുടെ കമ്പനി പാർട്ട്ണർഷിപ്പ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, പാർട്ട്ണർഷിപ്പ് അടച്ചു കൂടുന്ന സമയത്ത് ആദ്യം ഇന്ന സാധനം കൊടുക്കണം, രണ്ടാമത് ഇന്ന സാധനം കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ഓർഡർ ഉണ്ട്. അതാണ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ലോസുകൾ വേണം കൊടുത്തു തീർക്കാനായിട്ട്. ലോസുകൾ നമ്മൾ ആദ്യം എവിടെ നിർത്തി കൊടുക്കണം? പാർട്ട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് നിർത്തി കൊടുക്കണം. ഇനി പ്രോഫിറ്റിൽ പൈസ ഇല്ലെങ്കിലോ ക്യാപിറ്റൽ എടുത്ത് കൊടുക്കണം. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച്. ഫസ്റ്റ് ലോസ് ആണ് കൊടുക്കേണ്ടത്, രണ്ടാമത് റിയലൈസേഷൻ എക്സ്പെൻസുകൾ കൊടുക്കണം, മൂന്നാമത് തേർഡ് പാർട്ടിയിൽ പുറത്തുള്ള ആളുകളുടെ ആരുടെയും കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്ക് ലോൺ ആവാം, മിസിസ് കേസ് ലോൺ ആവാം, അങ്ങനെയുള്ള ലോണുകളൊക്കെ കൊടുത്തു തീർക്കണം. പിന്നീട് വേണം പാർട്ട്ണറുടെ ലോൺ, പാർട്ട്ണറുടെ കൈനിർത്തി ലോൺ നമ്മൾ പിന്നീട് കൊടുക്കണം. ലാസ്റ്റ് വേണം ഓരോ പാർട്ട്ണറിനും ക്യാപിറ്റൽ അക്കൗണ്ട് വന്ന ബാലൻസിങ് എമൗണ്ടിൽ പാർട്ട്ണർമാർക്ക് കൊടുക്കാനുള്ള ബാലൻസിങ് എമൗണ്ട് അത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ ആണെങ്കിൽ കേസ് കാണിച്ച്. യെസ്, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കേസാണ്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക് കേട്ടോ. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സീൻ ഫൈസ എടുത്തില്ലേ? കൃഷ്ണവേണി ഓക്കെ അല്ലേ? അശ്വിനെ, അഭിനവ്, യെസ്, ഐബിനെ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഐബിൻ, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അർജുൻ കിട്ടിയില്ല അല്ലേ? ടി ആർ എ ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമ്മുടെ തിയറി കഴിഞ്ഞല്ലേ സാറേ? യെസ്, നമുക്ക് ബ്രേക്ക് വേണോ? ഇനി നമുക്ക് പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പാടും. അപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് അടിപൊളിയായിട്ട് വരണം കേട്ടോ, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പോയിട്ട് വരും മക്കളെ. എല്ലാവരും തിരിച്ചു വരാം കേട്ടോ. വേഗം വീഡിയോ ഓൺ ആക്കുക, വേഗാവട്ടെ വേഗം വീഡിയോ ഓൺ ആക്കുക. നമുക്ക് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാം, വേഗാവട്ടെ. യെസ്, ഓക്കെ സാറേ, ക്വസ്റ്റ്യൻസ് കാണിച്ചു. നമുക്ക് റിട്ടയർമെന്റ് ഒന്ന് വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു പാർട്ണർ റിട്ടയർഡ് ആയി പോകും, അത്രയേ ഉള്ളൂ. കാണിച്ചു കൊടുത്ത സ്ലൈഡ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ റിട്ടയർമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡ്മിഷന്റെ അതേ പോയിന്റുകൾ തന്നെ എഴുതാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എഴുതാം. അവിടെ സാക്രിഫൈസ് ആയിരുന്നു, ഇവിടെ ഗെയിൻ വരും. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്, റിസർവ്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് റിവാല്യൂ ചെയ്യുക. അതുപോലെ അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുക. റിട്ടയർ ആയി പോകുന്ന പാർട്ണറിന് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു 5-6 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഗെയിനിങ് റേഷ്യോ. എന്താണ് ഗെയിനിങ് റേഷ്യോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് അല്ലേ? പിരിഞ്ഞു പോകുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ്
കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതിനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുക. ഓക്കെ അല്ലേ? പിരിഞ്ഞു പോകുന്ന, അതായത് നമ്മുടെ പുറത്തോട്ട് പോകുന്ന പാർട്ണറുടെ പ്രോഫിറ്റ് എങ്ങനെയാണോ മറ്റുള്ള പാർട്ണർ എന്ത് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് അതിനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുക. ഗെയിനിങ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ ആണ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ക്ലിയർ അല്ലേ? കാണിച്ചേ. നെക്സ്റ്റ്, റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. A, B and C are partners sharing profits in the ratio 3:2:1. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:2:1 ആണ്. സി റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. സി റിട്ടയർ ആവുകയാണെങ്കിൽ മക്കളെ സിമ്പിൾ ആണ്. എയും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. എയും ബിയും സിയും തന്നിട്ടുണ്ട് 3:2:1. അതിൽ ആര് റിട്ടയർഡ് ആയി? സി പോയി കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ എത്രയാ? ന്യൂ റേഷ്യോ 3:2 ആണ്. ഗെയിനിങ് റേഷ്യോയും 3:2 ആണ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ചേ. എല്ലാവർക്കും സെറ്റ് അല്ലേ? അഷികെ ഓക്കെ അല്ലടാ? നെഹല സെറ്റ് അല്ലേ? ഒരു പാർട്ണർ പോയി കഴിഞ്ഞാൽ നെഹലക്ക് എന്താണ് ഡൗട്ട്? നെഹല ഇത് കണ്ടാ പോരെ? ഓക്കെ ഓക്കെ യെസ് മക്കളെ. അപ്പൊ സി റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എയുടെയും ബിയുടെ റേഷ്യോ ആണ് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കേട്ടോ. ചോദിക്കാറുണ്ട്, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. നോക്കിയിട്ട് പോവാ. ആൻഡ്രിയ ഓക്കെ അല്ലടാ? പരിജാൻ സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1. സി റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. എ ആൻഡ് ബി ഡിസൈഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 7:5. മക്കളെ, ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും തന്നാൽ ഗെയിനിങ് റേഷ്യോ കാണാൻ നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അറിയാലോ നിങ്ങൾക്ക്, എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു. അവിടെ റേഷ്യോ 3:2:1. ഇതാണ് നമ്മുടെ ഓൾഡ് റേഷ്യോ. ഓക്കെ അല്ലേ? ഇനി ബാക്കി സി പോയി കഴിഞ്ഞാൽ ബാക്കി എയും ബിയും മാത്രമേ ഇല്ലുള്ളൂ. അവിടെ ന്യൂ റേഷ്യോ എത്രയാ? 7:5. ഇതാണ് ന്യൂ റേഷ്യോ. ഓക്കെ അല്ലേ? ഗെയിനിങ് റേഷ്യോ കാണാൻ ഇക്വേഷൻ പറഞ്ഞ ഒരാളെ വിളിച്ചു സാറേ. ഗെയിനിങ് റേഷ്യോ കാണാൻ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗെയിനിങ് റേഷ്യോ കാണാൻ ഇക്വേഷൻ ആര് പറയും? ആഷിക്ക് ഗെയിനിങ് റേഷ്യോ കാണാൻ ഇക്വേഷൻ എന്താ മോനെ? ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പൊ എയുടെ ഗെയിൻ കണ്ടുപിടിക്കാം. എസ് ഗെയിൻ കാണാൻ 7/12 ഡിവൈഡഡ് ബൈ എയുടെ 3/6 അല്ലേ? എടുക്കുമ്പോൾ ഫുൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഒന്നിന് ഡിനോമിനേറ്റർ സെയിം ആക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എളുപ്പം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. ഇവിടെ 12 ആണ്. അപ്പൊ 6ന്റെ അവിടെ 12 ആക്കണമെങ്കിൽ 2h ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 7/12 മൈനസ് 6/12 ദാറ്റ് ഈസ് 1/12 അല്ലേ? അതേപോലെ തന്നെ ബിയുടെ ഗെയിൻ കാണാം. ബിന്റെ ഗെയിൻ കാണാൻ ബിന്റെ ന്യൂ റേഷ്യോ എത്രയാ? 5 അല്ലേ? ബിന്റെ 5 അല്ലേ? അപ്പൊ 5/12 മൈനസ് ബിന്റെ ഓൾഡ് ഷെയർ 2/6. ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോ 5/12 മൈനസ് 4/12 ദാറ്റ് ഈസ് 1/12. അപ്പോ എയുടെ ഗെയിൻ 1/12 ആണ്, ബിന്റെ ഗെയിനും 1/12 ആണ്. അപ്പൊ ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ. സച്ചിനെ ഓക്കെ അല്ലേ? സച്ചിൻ, അശ്വിൻ, DS സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്, മാക്കുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ. എം, എൻ ആൻഡ് ഒ ആർ പാർട്ട്നേഴ്സ്. റേഷ്യോ 3:4:1 ആണ്. എം റിട്ടയർ ചെയ്തു. സറണ്ടർ ചെയ്യാൻ പറഞ്ഞ മക്കളെ, സറണ്ടർ ചെയ്യാൻ ചെയ്യുന്നില്ല. ഓൾറെഡി കുറെ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സറണ്ടർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇൻഡു ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇൻഡു ചെയ്യണം. ആദ്യം എത്രയാണോ സറണ്ടർ ചെയ്തത് അത് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ റിട്ടയർമെന്റ് ആണെങ്കിൽ ന്യൂ റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അഡ്മിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓർത്ത് വെക്കുക കേട്ടോ. സറണ്ടർ വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. ഇൻഡു ചെയ്തിട്ട് അഡ്മിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക. റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ആണെങ്കിലോ ആഡ് ചെയ്യുക കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. സ്ക്രീൻഷോട്ട് എടുത്തേ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു പറയാം. എക്സ്, വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:5:7 ആണ്. സെഡ് ആണ് റിട്ടയർ ആയത്. എക്സിന്റെയും വൈയും ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. അവിടെ റേഷ്യോ എത്രയാണ്? 3:5:7 ആണ്. 3:5:7. ഓക്കെ അല്ലേ? ഇതിൽ ആറ് റിട്ടയർഡ് ആവുന്നു? സെഡ് റിട്ടയർ ആവുന്നു. സെഡ് എന്ത് ചെയ്യുന്നു? റിട്ടയർ ആയി പോവുകയാണ്. അപ്പൊ ഈ സെഡിന്റെ ഷെയർ ആര് ഏറ്റെടുത്തു? ഈ ടേക്കൺ അപ്പ് ബൈ എക്സ് ആൻഡ് വൈ. എക്സും വൈ ഏറ്റെടുത്തു. അപ്പൊ സെഡ് എക്സിന് കൊടുത്ത് എത്രയാണ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? അവർ ഏറ്റെടുത്തത് 3:2 അല്ലേ? അപ്പൊ സെഡിന്റെ ഷെയർ 7 അല്ലേ മക്കളെ? അപ്പൊ 7 എത്രയാ? 15. 7/15. എങ്ങനെയാ അവർ ഏറ്റെടുത്തത്? 3:2 അല്ലേ ഏറ്റെടുത്തത്? അപ്പൊ സെഡ് എക്സിനും വൈക്കും കൊടുത്തിട്ട് പോയത് ഏത് റേഷ്യോ ഇല്ല? 3:2 ഇല്ല.
അപ്പൊ എക്സിന് ഏത് കിട്ടും? 3 കിട്ടും, വൈക്ക് 2 കിട്ടും. അപ്പൊ 7/15 ഇൻറ്റു 3/5 എത്രയാ? 21 എന്ത് വരും? 75 ആണെങ്കിൽ കൈവച്ച് കാണിച്ചേ. യെസ്, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, സെഡിന്റെ ഷെയർ കേട്ടോ, ഹിസ് ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ എക്സ് ആൻഡ് വൈ. അവന്റെ ഷെയർ, സെഡിന്റെ ഷെയർ എക്സും വൈ ടേക്കൺ അപ്പ് ചെയ്തു. എങ്ങനെ? 3:2. ഓക്കെ അല്ലേ? അപ്പോ എക്സിന് കിട്ടിയത് 3 പോർഷൻ ആണ്. അപ്പൊ 7/15 3 പോർഷൻ ആണ് എക്സിന് കിട്ടിയത്. അതുപോലെ വൈക്ക് കിട്ടിയത് 2 പോർഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സിന് കിട്ടിയത് 21/75. അപ്പൊ എക്സിന് ന്യൂ ഷെയർ എങ്ങനെ കാണാം? എക്സ് ന്യൂ ഷെയർ എങ്ങനെയാ കാണാം? ഒരാൾ വിളിച്ച സാറേ, അസീൻ എങ്ങനെയാണ് എക്സിന് ന്യൂ ഷെയർ കാണാം? എക്സ് ന്യൂ ഷെയർ എങ്ങനെ കാണാം? എക്സിന്റെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു മോനെ? ആ പറഞ്ഞു. അസിന് അവിടെ മൂന്നാറ് തണുത്തിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, എക്സ് ന്യൂ റേഷ്യോ കാണാനായിട്ട് 3 എക്സിന്റെ 3 അല്ലേ? അപ്പൊ 3/15 കൂടെ എന്തുകൂടെ കിട്ടി? 21/75 കിട്ടി. ആണെങ്കിൽ റേഷ്യോ കാണിച്ചേ. ഓൾറെഡി എക്സിന് 3 ഇല്ലേ ആൻഡ്രിയ? 3 ഉണ്ടല്ലോ, അത് പഴയതാണ്. അതിന്റെ കൂടെ ഇപ്പൊ 21/75 കിട്ടിയില്ലേ? അപ്പൊ അത് ആഡ് ചെയ്യണം. ഓക്കെ ആണെങ്കിൽ റേഷ്യോ കാണിച്ച എല്ലാവരും പറ്റല്ലേ? ഇത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഒന്നിലെ ഡിനോമിനേറ്റർ സെയിം ആക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി സെഡ് വൈക്ക് കൊടുത്ത് എങ്ങനെ കാണാം? 7/15 ആണ് സെഡിന്റെ ഷെയർ. അതേ ഇൻറ്റു വൈക്ക് എത്ര കൊടുക്കുന്നത്? 2 അല്ലേ? 2/5. അപ്പൊ 7 × 2 14/75. അപ്പൊ നമ്മുടെ വൈന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാൻ? ഒരാൾ വിളിച്ച സാറേ, സച്ചിനെ വൈന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാടാ? വൈന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം സച്ചിൻ? ആ 5ന്റെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 5/15 കൂടെ എന്ത് കൂട്ടണം? 14/75. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചെല്ലാവരും. ആൻസിറ്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ടിആറെ ഓക്കെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് നീ ഹാൻഡ് റൈസ് ചെയ്തോ. ഗാഥ ഓക്കെ അല്ലേ? ഗാഥ ഓക്കെ. നിരഞ്ജന, കെ ജെ, ആരോമൽ ഓക്കെ ആണല്ലോ അല്ലെ? അഭിനവ്, കെ ഓക്കെ അല്ലേ? ആർക്ക് ഡൗട്ട് ഒന്നുമില്ല സാറേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ജേണൽ എൻട്രിയിലോട്ട് പോകാം. റിട്ടയർമെന്റിലെ ജേണൽ എൻട്രിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മക്കളെ ഗുഡ് വില്ലിന്റെ ഈ എൻട്രി ഉറപ്പായിട്ടും വരും കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ. ഉറപ്പായിട്ടും വരും, ഷുവർ ക്വസ്റ്റ്യൻ. റിട്ടയർമെന്റ് സമയത്തോ അല്ലെങ്കിൽ ഡെത്തിന്റെ സമയത്തോ റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയി പോകുന്ന പാർട്ട്ണർ നമ്മൾ എന്ത് കൊടുത്തു വരണം? ഗുഡ് വില് കൊടുത്തു വരണം അല്ലെ? ആ ഗുഡ് വില് കൊടുത്തു വിടുമ്പോൾ എൻട്രി എന്താ? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർ ആരാണോ അവർ ആർക്ക് കൊടുക്കണം? റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണറിന് കൊടുക്കണം. ഇപ്പൊ ഡെത്ത് ആണെങ്കിലോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ വരാം കേട്ടോ. നോട്ട് ചെയ്തോ നവ്യ? ഓക്കെ അല്ലേ? കണ്ടിന്യൂയിങ് പാർട്ട്ണർ, എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ഇപ്പൊ എയും ബിയും സിയും, സി റിട്ടയർ ആയി കഴിഞ്ഞാൽ എന്താ എൻട്രി വരിക? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെയാണ് എൻട്രി വരിക. മക്കളെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഉറപ്പാണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുക്കാം സാറേ, കാണിച്ചു. എക്സ് വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ്. എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. സെഡ് റിട്ടയേഴ്സ് ആൻഡ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 40,000. മക്കളെ എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ എത്രയാ? 5:3:2. ഇതിൽ സെഡ് ആണ് റിട്ടയർ ആവണേ കേട്ടോ. യെസ്, അപ്പൊ സെഡ് റിട്ടയർ ആയി പോകുമ്പോൾ സെഡിന് ഗുഡ് വില് കൊടുത്തു വരണം അല്ലേ? ഫേമിന്റെ ഗുഡ് വിൽ എത്രയാ? സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ എത്രയാ? ഫേമിന്റെ മൊത്തം ഗുഡ് വില് 40,000 രൂപയാണ്. ഈ 40,000 എല്ലാ പാർട്ട്ണറിനും അവകാശപ്പെട്ടതാണ്. അതിന് ആരുടെ കണ്ടുപിടിക്കണം? സെഡിന്റെ ഗുഡ് വില് കണ്ടുപിടിക്കണം. സെഡ്സ് ഗുഡ് വില് കാണണം, സെഡിന്റെ ഗുഡ് വില് കാണണം. എങ്ങനെ കാണാം? 40,000 മൊത്തം പാർട്ട്ണറിന്റെ മൊത്തം ഗുഡ് വില്ലാണ് അല്ലെ? 40,000. അതിൽ നിന്ന് സെഡിന്റെ ഷെയർ കാണണം. എത്രയാ? 2/538 2/10. 8,000 ആണെങ്കിൽ കൈവശം കാണിച്ച 8,000 ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ 8,000 ആണ് കിട്ടുന്നത്. സെഡിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. യെസ്, ഈ 8,000 റുപ്പീസ് ആര് കൊടുത്തു വരണം? എക്സും വൈയും കൊടുക്കണം. ഏത് റേഷ്യോല മക്കളെ? ഗുഡ് വിൽ എന്ന് കേട്ടാൽ മനസ്സിലേക്ക് വരേണ്ട 2 റേഷ്യോ ആണ്. ഒന്ന് സാക്രിഫൈസിങ് റേഷ്യോ, പിന്നെ ഗെയിനിങ് റേഷ്യോ. ഇതിന് മാത്രമേ നമുക്ക് ഈ റേഷ്യോ ആവശ്യമുള്ളൂ. അഡ്മിഷൻ ആണെങ്കിൽ ഗുഡ് വിൽ ഡിവൈഡ് ചെയ്യേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോയിലും, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ആണെങ്കിൽ ഗെയിനിങ് റേഷ്യോയിലും. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്ന് എഴുതണം കേട്ടോ. അഡ്മിഷൻ സമയത്ത് പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ് വില് പഴയ പാർട്ട്ണറിന് വീതിച്ച് കൊടുക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. റിട്ടയർമെന്റും ഡെത്തും സമയത്ത് റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ മരിച്ചു പോയ ആൾക്ക് നമ്മൾ ഗുഡ് വില് കൊടുത്തു വിടേണ്ടത് ഗെയിനിങ് റേഷ്യോയിലാണ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക്
ഈ 2 റേഷ്യോ ആവശ്യമുള്ളൂ. ഓക്കെ ആണെങ്കിൽ കൈസ് കാണിച്ചേ. വേറെ ഒറ്റ സ്ഥലത്ത് നമുക്ക് ഈ റേഷ്യോ ആവശ്യമില്ല കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ടിൽ വേണ്ടത് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. ഏതാണ്? ഓൾഡ് റേഷ്യോയിലാണ്. ഓർത്ത് വെക്കുക, റീവാലുവേഷന്റെ പ്രോഫിറ്റ് വീതിക്കേണ്ടത് ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ്. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ് കേട്ടോ. ഈ ന്യൂ റേഷ്യോ നമുക്ക് എവിടെ ആവശ്യം വരുന്നില്ല. ന്യൂ റേഷ്യോ ആവശ്യം വരുന്നത് ഇതുപോലെ സാക്രിഫൈസിങ്ങോ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യം വരുന്നില്ല. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ എല്ലാവർക്കും. അപ്പൊ 8000 നമ്മൾ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. കാരണം റിട്ടയർമെന്റ് ആയതുകൊണ്ട് ഗെയിനിങ് റേഷ്യോയിൽ വീതിക്കുക. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. അപ്പൊ 5:3 വേണം വീതിക്കാനായിട്ട്. 5x3y കൊടുക്കണം. അപ്പൊ അതിന് എൻട്രി എന്താ? എൻട്രി ഞാനിപ്പോ പഠിച്ചില്ല. ഗുഡ്വില് കൊടുത്തു വിടുമ്പോൾ എൻട്രി എല്ലാവർക്കും അറിയാലോ അല്ലെ? എന്ന് കൈവശം കാണിച്ചറിയാമെങ്കിൽ യെസ്, എന്താ എൻട്രി വരാ? എക്സിസ്റ്റിംഗ് പാർട്ണർ. ആരൊക്കെയാ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ണർ? എക്സും വൈ. അപ്പൊ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്ക് കൊടുക്കണേ? വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്ക് കൊടുക്കണേ? ടു സെഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെഡിന് കൊടുക്കുന്നു അല്ലെ? എത്ര രൂപയാ? മൊത്തം 8000 റുപ്പീസ് ആണ് ഗുഡ്വില്. 8000 റുപ്പീസിൽ 5:3 കൊടുക്കുമ്പോൾ 5000 വരും, 3000 വരും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് എഴുതണം കേട്ടോ. നിങ്ങൾ ജേണലൊക്കെ വരച്ച് എഴുതിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒരു കോളം വരച്ചാൽ പോരെ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡേറ്റ് വേണമെന്നില്ല കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച്. ഫരിജാൻ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സച്ചിനെ ഓക്കെ അല്ലേ? സൂര്യകിരൺ ഓക്കെ. അശ്വിനി ആർക്കെങ്കിലും ഡൗട്ടിനെ ഹാൻഡ് റൈസ് ചെയ്തോ? ആർക്കെങ്കിലും ഡൗട്ടിനെ ഹാൻഡ് റൈസ് ചെയ്തോ? കൃഷ്ണി, കൃപേന്ദു ഓക്കെ അല്ലേ? കൃപേന്ദു, അലൂഫെ ഓക്കെ അല്ലേ? ഡൗട്ടില്ല. യെസ്, അപ്പൊ മാച്ചോട്ടെ. യെസ്, അപ്പൊ ഇതെന്തായാലും പഠിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സാറേ. ഇവിടെ ന്യൂ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂ റേഷ്യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വേണം ഗുഡ്വില് കൊടുക്കാൻ. അത്രയേ ഉള്ളൂ മാറ്റം കേട്ടോ. ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് റേഷ്യോ കുറച്ചിട്ട് എന്ത് ചെയ്യുക? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ഗുഡ്വില് കൊടുത്തു വിടാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മോഡൽ എക്സാമിനാണോ ക്രിസ്മസ് എക്സാമിനാണോ നമുക്ക് റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരാൾ റിട്ടയർ ആവുകയാണെങ്കിൽ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആണ് എടുക്കേണ്ടത് കേട്ടോ. അറിയാലോ? റേഷ്യോ പറഞ്ഞിട്ട് ഈക്വലി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കോൺസെപ്റ്റ്. അത് വെച്ച് വേണം ആ പ്രോബ്ലം ചെയ്യാനായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സാർ. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഗുഡ്വില്ലിന് ജേണൽ എൻട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഗുഡ്വില് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. നോക്കി, സാജൻ, ഉണ്ണി ആൻഡ് രാജേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. സാജനും ഉണ്ണിയും രാജേഷും പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. ഉണ്ണി നൗ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. ഉണ്ണി എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്തു? സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ആയി. ഓക്കെ അല്ലേ? സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ആയി. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. അക്കോർഡിംഗ്ലി ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ്. ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് 2 years പർച്ചേസ് ഓഫ് ആവറേജ് സൂപ്പർ പ്രോഫിറ്റിലാണ് കേട്ടോ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ഗുഡ്വിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 28,000 ആണ്. എങ്കിൽ ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ട് ജേണൽ എൻട്രി ചെയ്ത. ഓക്കെ അല്ലേ? ഈ ഗുഡ്വിൽ കാണാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഷുവർ ആണ്. ഗുഡ്വിൽ കാണാനുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും വരും കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഷുവർ ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചോദിക്കാം, സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കാം, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് ചോദിക്കാം. അത് ഏത് വേണമെങ്കിലും ആവാം. ഇവിടെ ചോദിച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പൊ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റിൽ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒരാളെ വിളിച്ച സാറേ, ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ശ്രീഷ്മ ഇക്വേഷൻ പറഞ്ഞടാ. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു പറഞ്ഞോ. പറഞ്ഞോ ഇക്വേഷൻ പറഞ്ഞേ. ഗുഡ്വിൽ കാണുന്ന ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റില് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഓക്കെ വെരി ഗുഡ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാ? സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ. തന്നിട്ടുള്ള പ്രോഫിറ്റുകൾ എല്ലാം കൂടി കൂട്ടുക അല്ലെ? അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എത്രയാ? 25,000 പ്ലസ് 45,000 പ്ലസ് 50,000 ബൈ 3 ചെയ്യാം. എത്ര കിട്ടാന്ന് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചേ. കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തേ. ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടി? കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് 25,000, 45,000, 50,000. 45, 50, 6, 7 1,20,000 ബൈ 3 അല്ലെ? 40,000. എത്ര? 40,000. യെസ്.
40,000 ആണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടുക. മൈനസ് നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100 അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് ഫോർ സിമിലർ നോർമൽ പ്രോഫിറ്റ് നേരിട്ട് തന്നിട്ടുണ്ട് മക്കളെ. നോർമൽ പ്രോഫിറ്റ് എത്രയാന്ന് പറയുന്നുണ്ട്? 28,000 എന്ന് പറയുന്നുണ്ട്. അപ്പൊ 40,000 നിന്ന് 28,000 കുറച്ചാൽ 12,000. അപ്പൊ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് 12,000 കിട്ടിയില്ലേ? ഇനി ഇവിടെ ഇട്ട് കൊടുക്കാം. എന്താ? സൂപ്പർ പ്രോഫിറ്റ് 12,000 കിട്ടിയില്ലേ? അപ്പൊ 12,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇവിടെ പറയുന്നുണ്ട് 2 ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 24,000 ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഗുഡ്വില്. 24,000 ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഗുഡ്വില്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ? ആര് റിട്ടയർ ആയി പോകുന്നത്? ഉണ്ണിയാണ് റിട്ടയർ ആയി പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ ആളാണ് അല്ലെ റിട്ടയർ ആവണേ. അപ്പോ ഉണ്ണിയുടെ ഗുഡ്വില് കണ്ടുപിടിക്കണം. എങ്ങനെയാ? 24,000 ഇൻറ്റു 3:2:1 അല്ലേ? അത് നടുക്കത്തെ പാർട്ണർ അല്ലേ പോകുന്നത് ഉണ്ണി. അപ്പോ 2 എത്ര വരും? 2/6. അപ്പൊ 8,000. അപ്പൊ 8,000 ആണ് കൈവിശ്യം കാണിച്ച മക്കളെ. 8,000 ആണ് ഗുഡ്വിൽ കിട്ടുന്ന കൈവിശ്യം കാണിച്ചേ. യെസ്. അപ്പൊ ഉണ്ണിയുടെ ഗുഡ്വിൽ 8,000 ആണ്. ആ ഉണ്ണിക്ക് ആര് കൊടുത്തു വരണം? സാജനും രാജേഷും. അപ്പൊ ഇത് എൻട്രി എന്താ? സാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഉണ്ണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആണെങ്കിൽ കൈവിശ്യം കാണിച്ചേ. 3:1 ഡിവൈഡ് ചെയ്യാം. 3:1 സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ നേരിട്ട് ഗുഡ്വില് തരാതെ ഗുഡ്വില് കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ്. റേഷ്യോ 4:3:2 ആണ്. ബി റിട്ടയർ ആവാണ്. ഗുഡ്വില് നമുക്ക് തന്നിട്ടുണ്ട്. ബി ഗുഡ്വിൽ ഇസ് ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ഒന്നും ഇല്ല മക്കളെ. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് കാണണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഗുഡ്വില് കൊടുത്തു വിടാം. അറിയാലോ, നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഓക്കെ അല്ലേ? അവിടെ ന്യൂ റേഷ്യോ തന്നിട്ടില്ലേ? എത്ര ന്യൂ റേഷ്യോ? 5:3 ആണ്. ഓൾഡ് റേഷ്യോ 4:3:2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഗുഡ്വില് റിട്ടയർ ആയി പോകുന്ന ബിക്ക് കൊടുത്തു വരണം. ഓക്കെ ആണെങ്കിൽ കഴിച്ചിക്കാണ് ചെയ്യ്. സെറ്റ്. ഇനി ഒരു പാർട്ട്ണറിന് മാത്രം ഗെയിൻ വന്നാലോ? സാർ അടുത്ത് കാണിച്ചു. ഒരു പാർട്ട്ണറിന് മാത്രമാണ് ഗെയിൻ വരുന്നതെങ്കിൽ കണ്ടോ, ബി റിട്ടയർ ആയപ്പോൾ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, ആരുടെ? ബിന്റെ ഷെയർ കംപ്ലീറ്റ് ആയിട്ട് സി ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ ഗുഡ്വിൽ ആര് മാത്രം കൊടുത്താൽ മതി? പറയാമോ ആർക്കെങ്കിലും? ഇതിന്റെ ജനറൽ എന്താ വരിക? ബി ആണ് റിട്ടയർ ആവണേ. സിക്ക് മാത്രമേ ബി പോയത് കൊണ്ട് നേട്ടമുള്ളൂ, ഗെയിൻ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും എൻട്രി വരുന്ന? നവ്യ ആരാണ്? ശ്രീലക്ഷ്മി പറയുന്ന. ശ്രീലക്ഷ്മി സൗണ്ട് ഉണ്ടോ സംശയമുണ്ട്. പാലക്കാട് മഴയാന്ന് തോന്നുന്നു. അവിടെ മഴയുണ്ടോ? അവിടെ പറഞ്ഞത് എൻട്രി. C's capital account debtor to B's capital account. ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച്. സിക്ക് മാത്രമല്ലേ ഗെയിൻ ഉണ്ടാവുന്നുള്ളൂ. ബിന്റെ ഷെയർ സി മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. അപ്പൊ സിക്കാണ് ഗെയിൻ വരേണ്ടത്. അപ്പൊ സി വേണം കൊടുത്തു വിടാൻ. ഓക്കെ ആണോ TR? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബിസ് ആണ് അവിടെ ഉൾപ്പെടുത്തണ്ട കേട്ടോ. ആ ഫുൾ എമൗണ്ട് സി കൊടുക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ടോപ്പിക് സം പാർട്ട്നേഴ്സ് ഗെയിൻ ആൻഡ് അതേഴ്സ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ വീണ്ടും പറയുന്നില്ല കേട്ടോ. യെസ്. നെക്സ്റ്റ് ആണ് സാറേ. യെസ് മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓൾറെഡി അപ്പിയറിംഗ് വരുമ്പോൾ എൻട്രി നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി അപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താ എൻട്രി വരിക? ഗുഡ്വിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ അത് ക്രെഡിറ്റ് ആവും. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വില്. മറന്നു പോയത് എഴുതി വെച്ചോ. അപ്പിയറിംഗ് ക്വസ്റ്റിനിൽ കണ്ടാൽ, അപ്പിയേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ എമൗണ്ട് തന്നാല് അതിന് എൻട്രി എന്താ? ഓൾ പാർട്ട്നേഴ്സ്. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എന്താ എൻട്രി വരിക? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ കേട്ടോ. 60,000 ആ 3 പേർക്ക് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പൊ 30,000, 20,000, 10,000 കിട്ടും. ഓക്കെ ആണെങ്കിൽ അത് കൈവശം കാണിച്ചേ. അപ്പൊ ഈ അപ്പിയറിംഗിന് എൻട്രി ചെയ്തണം. അതുപോലെ തന്നെ റിട്ടയർ ആയി പോകുന്ന പാർട്ണറിന് കൊടുക്കുന്ന ഗുഡ്വിലും എയും സിയും ആണ് കൊടുത്തു വരുന്നത്. അപ്പൊ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ആ എൻട്രി ചെയ്തണം. 2 എൻട്രി ചെയ്തണം കേട്ടോ. ഓക്കെ അല്ലേ? ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും. അപ്പൊ അപ്പിയറിംഗ് എന്ന് പറഞ്ഞാൽ അപ്പിയറിംഗിന് എൻട്രി മറന്നു പോകരുത്. നിർബന്ധമായിട്ട് എൻട്രി പഠിക്കുക കേട്ടോ. അടുത്താണ് മക്കളെ ഹിഡൻ ഗുഡ്വിൽ. ഹിഡൻ ഗുഡ്വിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അത് അഡ്മിഷനിലാണെങ്കിൽ വരാം, ചിലപ്പോൾ റിട്ടയർമെന്റിൽ വരാം. അത് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്യുക, ഹിഡൻ ഗുഡ്വിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 3:2:1 ആണ്. ദ ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 1,20,000. ഓക്കെ അല്ലേ? 1,20,000 അല്ലേ? അപ്പോ എല്ലാ അക്കൗണ്ടും ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ 1,20,000 അല്ലേ ബാലൻസ് പറഞ്ഞേക്കണേ. പക്ഷേ എയും ബിയും എന്ത് ചെയ്തു? സിക്ക്
1.5 ലക്ഷം രൂപ കൊടുത്തു വിട്ടു. ശരിക്കും 1,20,000 ബാലൻസ് ഉള്ളൂ, പക്ഷെ 1.5 ലക്ഷം കൊടുത്തു വിട്ടു. അപ്പൊ എത്ര രൂപ എക്സ്ട്രാ കൊടുത്തു വിട്ടു മക്കളെ? എത്ര രൂപ എക്സ്ട്രാ കൊടുത്തു വിട്ടു? 30,000 രൂപ അല്ലെ? അതായിരിക്കും ഗുഡ് വില്ല്. ഓക്കെ ആണെങ്കിൽ കൈസ് കാണിച്ചേ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഡിഫറൻസ് എടുക്കാം കേട്ടോ. അത് അഡ്മിഷനിൽ അങ്ങനെ തന്നെയാണ്. അഡ്മിഷനിൽ നിങ്ങൾക്ക് 2 എമൗണ്ട് തരും, ജസ്റ്റ് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഗുഡ് വില്ല് കിട്ടും കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈസ് കാണിച്ച എല്ലാവരും. ഇനി റെസിപ്രോക്കൽ ചെയ്തിട്ട് ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. ഹിഡൻ ഗുഡ് വില്ല് അഡ്മിഷനിൽ എങ്ങനെയാ? പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇൻറ്റു പുതിയ ആളുടെ ഷെയർ തിരിച്ചിട്ടാൽ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും. ആ ടോട്ടൽ ക്യാപിറ്റലിൽ നിന്ന് എല്ലാ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ കുറച്ച് ബാക്കിയുള്ളത് ഗുഡ് വില്ല് ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ആഷിക്ക് അതാണ് ചോദിക്കാൻ വന്നേ. ആഷിക്കിനെ വിളിക്കൂ സാറേ. ആ അഡ്മിഷനിൽ മാത്രമേ ഉള്ളൂ, അഡ്മിഷനിൽ മാത്രം. അല്ല, അതിൽ ചിലപ്പോഴേ അസറ്റും ഇന്ന് പറഞ്ഞൊരു എമൗണ്ട് തരും, അപ്പൊ വെറുതെ ഡിഫറൻസ് എടുത്താൽ മതി. അങ്ങനെ വരുവാണെങ്കിൽ കേട്ടോ, അസറ്റെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എമൗണ്ട് തന്നിട്ട് ജസ്റ്റ് ഡിഫറൻസ് എടുക്കേണ്ട കേസ് വരും. അപ്പൊ അവിടെ ടോട്ടൽ ക്യാപിറ്റൽ ഒന്നും തന്നിട്ടുണ്ടാവില്ല, അപ്പൊ വെറുതെ ഡിഫറൻസ് എടുത്താൽ മതി കേട്ടോ അഡ്മിഷനിൽ. ഓക്കെ, അപ്പൊ അത് പഠിക്കട്ടെ മക്കളെ. ഹിഡൻ ഗുഡ് വില്ല് പഠിക്കാൻ നല്ല ചാൻസ് ഉണ്ട് വരാനായിട്ട് കേട്ടോ മക്കളെ. നെക്സ്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്, ഇതും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ എൻട്രീസ് ഒന്ന് വേഗം പറയാം. റിസർവ് വരുമ്പോൾ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ജനറൽ റിസർവ് വരുമ്പോൾ എൻട്രി അറിയാലോ. ജനറൽ റിസർവ് വരുമ്പോൾ എൻട്രി എന്താ? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ? റിട്ടയർമെന്റിൽ. റിട്ടയർമെന്റ് ഡെത്തിലാണ് ഓൾ പാർട്ട്ണർ വരിക. അഡ്മിഷനിലാണെങ്കിലോ എന്താ എൻട്രി വരിക? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്ണർ. ഓൾ എന്നുള്ളത് എന്തായി മാറും? ഓൾഡ് പാർട്ട്ണർ ആയിട്ട് മാറും. പുതിയ പാർട്ട്ണർ ഒരിക്കലും റിസർവ് കൊടുക്കില്ല കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. റിട്ടയർമെന്റും ഡെത്തും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ? റിട്ടയർമെന്റ് ഡെത്ത് വരുമ്പോ റിസർവ് നമ്മൾ വീതിക്കേണ്ടത് എല്ലാ പാർട്ട്ണറിനും വീതിച്ചു കൊടുക്കണം. അപ്പൊ അതിന് എൻട്രി എന്താ? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എല്ലാ പാർട്ട്ണറിനും വീതിച്ചു കൊടുക്കണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. പക്ഷെ അഡ്മിഷൻ ആണെങ്കിൽ അതിവിടെ ഓൾഡ് മാത്രമേ ഉള്ളൂ, ന്യൂ പാർട്ണർ ഇല്ല. അഡ്മിറ്റ് ചെയ്ത പാർട്ണറിന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, തെറ്റിക്കരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഓൾഡ് പാർട്ണറിന് മാത്രം റിസർവ് കൊടുത്താൽ മതി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് മിക്കപ്പോഴും ഇപ്പോഴും തെറ്റിക്കുന്ന പിള്ളേരുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് കേട്ടോ, അതെങ്ങനെയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ്? ശ്രീജിത്ത് ഇല്ലേ സാറേ ഇന്ന്? ഇല്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് 2 ബാലൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ഇല്ലല്ലേ? പ്രോഫിറ്റ് ശ്രീജിത്തെ എന്താണ് വിഷമിച്ചിരിക്കുന്നത് ശ്രീജിത്തെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് മോനെ. ഇതൊക്കെ കിട്ടുന്നില്ലേ പറയുന്നത്? കിട്ടുന്നില്ലേ പറയുന്നതൊക്കെ? എന്താ ലേറ്റ് ആയത്? എന്താ എവിടെ പോയിക്കായിരുന്നു? ഓക്കെ, അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ, യൂട്യൂബിലുണ്ട്, പബ്ലിക് ആയിരിക്കും കേട്ടോ മക്കളെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ലോസ് ആണ് കേട്ടോ, ലോസ് എന്നർത്ഥം കേട്ടോ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയാൻ പകരം പ്രോഫിറ്റ് ബാലൻസ് ചിലപ്പോൾ പറയും കേട്ടോ. അത് ലോസ് ആണെങ്കിൽ നമുക്ക് എവിടെയാണ് തരിക? ലോസ് ആണെങ്കിൽ നമുക്ക് അസറ്റിലാണ് തരിക ബാലൻസ് ഷീറ്റിൽ. പ്രോഫിറ്റ് ആണെങ്കിൽ ലയബിലിറ്റി. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച എല്ലാവരും. ഇത് ഡെബിറ്റ് വന്നാൽ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? ഓൾ പാർട്ട്നേഴ്സ്. അത് അഡ്മിഷൻ റിട്ടയർമെന്റ് ആണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, അതിന് ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ആണെങ്കിൽ അതിന് ഡെബിറ്റ് ചെയ്യണം ടു ഓൾ പാർട്ട്നേഴ്സ്. ഇത് റിട്ടയർമെന്റിൽ. അഡ്മിഷൻ ആണെങ്കിൽ അത് ഓൾഡ് ഔട്ട്. ഓൾഡ് ഔട്ട്. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. തെറ്റിച്ച് കളയരുത് മക്കളെ, നന്നായി മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ അത് ലോസ് എന്നാണ് അർത്ഥം. ഡെബിറ്റ് വന്നാൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാലോ CR അല്ലേ? അപ്പൊ ക്രെഡിറ്റ് ആയതുകൊണ്ട് അതിന് ഡെബിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ്. ഇത് അഡ്മിഷൻ ആണെങ്കിൽ ഓൾ പാർട്ട്ണറിന് കൊടുക്കണ്ട, ഓൾഡ് പാർട്ട്ണറിന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ ആണെങ്കിൽ കൈവീശ് കാണിച്ചത് എനർജറ്റിക് ആയിട്ട് കൈവീശ് കാണിച്ച് നോക്കട്ടെ. ശ്രീഷ്മ ഓക്കെ അല്ലേ? കൈവീശ്. ഫരിജാൻ, അസിം,
ഐബിനെ ഓക്കെ അല്ലടാ, എൻട്രി ഓക്കെ അല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ? യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കാണിച്ചു സാറേ, ഇപ്പൊ കാണിച്ച ക്വസ്റ്റ്യൻ കാണിച്ചു. യെസ് മക്കളോട് ശ്രദ്ധിക്കുക, വലുതാവും. ജിത്തു ആൻഡ് മുത്തു, വലുതാക്കി. ജിത്തു ആൻഡ് മുത്തു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ജിത്തു മുത്തുവും പാർട്ട്ണർ ആണ്, അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. On 20th June 2018 they admit Ritu as a new partner. ഇത് അഡ്മിഷൻ ആണ് കേട്ടോ. Ritu as a new partner. On that date there was a balance of rupees 40,000 reserve. റിസർവ് ഒരു 40,000 രൂപയുണ്ട്. ഡെബിറ്റ് ബാലൻസ് ഓഫ് rupees 20,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 20,000 രൂപയുണ്ട്. എങ്കിൽ ഇതിന് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്, അഡ്മിഷൻ ആണ്. അപ്പൊ ഇതിന്റെ എൻട്രി ആര് പറയും? റിസർവിന് എൻട്രി ചെയ്യുന്ന നിങ്ങൾ 2 എൻട്രി സെപ്പറേറ്റ് എഴുതിക്കോ കേട്ടോ. 2 ഡെബിറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് എഴുതിക്കോട്ടോ മക്കളെ, കാരണം അപ്പൊ 2 എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യില്ല, 2ന് മാർക്ക് കിട്ടുമല്ലോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരുമിച്ചൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എങ്ങനെ വന്നാലും എഴുതണ്ട, 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ഇപ്പൊ 2 ഡെബിറ്റ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അർജുനെ പറഞ്ഞോടെ എൻട്രി പറഞ്ഞു. റിസർവിന് എൻട്രി പറയാം. റിസർവ് എത്രയാടാ? റിസർവ് എത്രയാ അർജുനെ? ഇവിടെ ഋതുവിന് കൊടുക്കണോ? അഡ്മിഷൻ ആയതുകൊണ്ട് ഓൾഡ് പാർട്ണർ മാത്രമേ വരുള്ളൂ, എല്ലാ പാർട്ണറും വരില്ല. അപ്പൊ എന്താ എൻട്രി വരിക? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ണർ ആരൊക്കെയാ? ജിത്തു മുത്തു. അപ്പൊ റിസർവ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ 40,000 കാണിക്കുക. ടു ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 40,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000 ഇൻറ്റു 3/5 40,000 ഇൻറ്റു 2/5 അല്ലേ? അപ്പോ 24,000 എത്ര വരിക? 16,000 ആണോ? ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. 24,000 16,000 അല്ലേ വരിക? സെറ്റ്. അടുത്തത് നമുക്ക് ആരെ വിളിക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എൻട്രി പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് പറയണേ, DR എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അതെന്താവും? ആരെ വിളിക്കാം സാറേ? ഖദീജ പറയടാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് എന്നല്ലേ പറഞ്ഞേ, 20,000 രൂപ. അപ്പൊ എങ്ങനെ എൻട്രി വരികടാ? ഡെറ്റർ 2 ഇല്ല. ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. വെരി ഗുഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്ര? 20,000. അത് ഡിവൈഡ് ചെയ്യുക. 20,000 ഇൻറ്റു 3/5 4 4 3 12,000 വരും. മറ്റേത് 8,000 വരും. 12,000 8,000 ആണെങ്കിൽ വിഷയം കാണിച്ച്. സെറ്റില്ല സച്ചിനെ? ഓക്കെ അല്ലടാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോ ഓൾ പാർട്ണർ വരില്ല, ഇത് അഡ്മിഷൻ ആയതുകൊണ്ട് ഓൾഡ് പാർട്ണർ മാത്രമേ വരുള്ളൂ, ജിത്തു മുത്തു. റിട്ടയർമെന്റ് ആണെങ്കിൽ എല്ലാ പാർട്ണറും വരും. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച്. സെറ്റ് ആണെങ്കിൽ എന്റെ ചെറ്റിക്കാട് കഴിച്ച് കാണിച്ച്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ആർക്കുമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. A, B and C are partners. Profits and losses in the ratio 5:3:2. ഒരു ബാലൻസ് ഷീറ്റ് വന്നിട്ട് റിട്ടയർമെന്റ് ആണ്. എന്നിട്ട് അതിന് ജേണൽ എൻട്രി ഇതാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എവിടെ തന്നേക്കണേ നോക്കി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റിലല്ലേ തന്നേക്കണേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റിൽ തന്നാൽ അത് DR ആണോ CR ആണോ? ആര് പറയും? ആൻസിറ്റ പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 രൂപ നമുക്ക് അസറ്റിൽ തന്നിട്ടില്ലേ? അപ്പൊ അത് DR ആണോ CR ആണോടാ? എടാ ഈ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ 20,000 കണ്ടോ നീ? അതിന് എൻട്രി എന്താ വരിക? അപ്പൊ എന്താ എൻട്രി പറഞ്ഞാൽ മതി. ഇത് റിട്ടയർമെന്റാ. ആണോ മക്കളെ? ആൻസിറ്റ് പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. എടാ ഒരു എളുപ്പഴി പറയട്ടെ ആൻസിറ്റാ, ഇത് പഠിക്കാനുള്ള എളുപ്പഴി പറയട്ടെ. ആൻസിറ്റ് പോയാ? റിസർവ് എവിടെ തരാട് ബാലൻസ് ഷീറ്റില്? റേഞ്ച് എന്തിട്ട് പറയണ സാറേ? ആടാ നീ റേഞ്ച് ഇഷ്യൂ ആയിക്കോട്ടെ, പക്ഷെ നീ പറഞ്ഞ തെറ്റാ. അതായത് ഈ റിസർവ് സാധാരണ ജനറൽ റിസർവ് എവിടെയാ ബാലൻസ് ഷീറ്റിൽ തരാറ്? റിസർവ് എവിടെ തരാറ്? റിസർവ് ഇതിലെല്ലാം ഇല്ലാത്ത സാധനം ഞാൻ ചോദിക്കണേ. റിസർവ് എവിടെ തരാറ്?
ലൈബിലിറ്റി ആണ്. ആണല്ലോ മക്കളാണെങ്കിൽ വിഷയം കാണിച്ച റിസർവ് ലൈബിലിറ്റിയിൽ തരിക, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിന് എൻട്രി എന്താ? റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ലൈബിലിറ്റി തരുന്ന സാധനം ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ ആണോ ആൻസിറ്റ? ഓക്കെ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൈബിലിറ്റിയിൽ വന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച മക്കളെ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റിൽ വന്നാലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതൂ ആൻസിറ്റ? ഇല്ല. അപ്പൊ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ എന്താ എൻട്രി വരാം? ഓൾ പാർട്ട്നേഴ്സ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത് ലോസ് ആണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ മക്കളെ. സെറ്റല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അഭിഷേക് ടി ആർ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എളുപ്പടി മനസ്സിലായില്ലേ? റിസർവ് ലൈബിലിറ്റി വരുമ്പോൾ റിസർവ് അക്കൗണ്ട് ഇട്ടർ ചെയ്താൽ അപ്പൊ പ്രോഫിറ്റ് ലോസ് ക്രെഡിറ്റിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കിലോ അക്കൗണ്ട് ഇട്ടർ ചെയ്താൽ പറ്റില്ല, അത് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അതിന് എൻട്രി കിട്ടിയില്ല എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു സാറേ. അടുത്ത ഇതിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. റിസർവ് ഉണ്ട് 16,000, അതുപോലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ഫണ്ട്, അത് റിസർവ് ഫണ്ട് പോലെ തന്നെയാണ്. അപ്പൊ രണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ടു പാർട്ട്ണറിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എംപ്ലോയീസ് കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാലും എംപ്ലോയിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പൈസയാണ്. അപ്പൊ അതും വിരിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഗവിഷ് കാണിച്ചേ. അടുത്ത കാണിച്ചു. ഓക്കെ മക്കൾ, അടുത്ത റിവാലുവേഷൻ ആണ്. അപ്പൊ റിവാലുവേഷൻ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാലോ. അപ്പൊ റിവാലുവേഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. റിവാലുവേഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ഹെഡിങ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ അതിന്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ എഴുതിയാൽ മതി. കാണിച്ചാൽ ഞാൻ എളുപ്പവഴി പറഞ്ഞത്. അസറ്റ് ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡ് അസറ്റ്. തെറ്റൂല. അസറ്റ് ഡിക്രീസ്, ലയബിലിറ്റി ഇൻക്രീസ്, അൺറെക്കോർഡ് ലയബിലിറ്റി. ഇതൊക്കെ എഴുതി വെക്കാലും നിങ്ങൾക്ക് എന്നിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കേട്ടോ. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിൽ. ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് സൈഡ്. അസറ്റ് അപ്പൊ നമുക്ക് അസറ്റ് ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡ് അസറ്റ്. അസറ്റ് ഡിക്രീസ്, ലയബിലിറ്റി ഇൻക്രീസ്, അൺറെക്കോർഡ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച് ഫോർമാറ്റ്. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച്. കൃഷ്ണവേണിക്ക് ഫോർമാറ്റ് കിട്ടിയോ? എല്ലാവർക്കും ഫോർമാറ്റ് കിട്ടിയെങ്കിൽ വിഷയം കാണിച്ച്. അലൂഫേ ഓക്കെ അല്ലേ? അസറ്റിന്റെ വാല്യൂ കൂടാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ, അസറ്റിന്റെ വാല്യൂ കുറയാണെങ്കിൽ ഡെബിറ്റ് സൈഡ്. ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടാണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ലയബിലിറ്റീസിന്റെ വാല്യൂ കുറയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ഇവിടെ അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നാളെ നമ്മൾ ഇതിന്റെ എസ് എ പ്രോബ്ലം ചെയ്യും കേട്ടോ. എസ് എ പ്രോബ്ലം നമ്മൾ നാളെ ചെയ്യാം. അപ്പൊ ഇന്ന് ബാക്കിയുള്ള കുറച്ചും കൂടി നമുക്ക് കവർ ചെയ്യാം. അപ്പൊ എസ് എ പ്രോബ്ലം നാളെ കാണിച്ചു തരാം. ഫോർമാറ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സാർ അടുത്ത് കാണിച്ചോളൂ. അടുത്ത എസ് എ ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ മാത്രമാണ്, അത് പറഞ്ഞുതരാം. ഓക്കെ നോക്കിക്കോ. റിവാലുവേഷന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ. ഇവിടെ ശ്രീകുട്ടൻ, ധനീഷ് ആൻഡ് സഹിൽ അവർ പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:2:1 ആണ്. ഓൺ 31st March 2013 സാഹിൽ ലെഫ്റ്റ് ദ ഫേം. ലെഫ്റ്റ് എന്ന് പറഞ്ഞ എന്താ? സാഹിൽ പോയി, അപ്പൊ റിട്ടയർ ആയി പോയതാണ് അല്ലേ? റിട്ടയർമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ, റിസർവ് ഉണ്ട്, ക്യാപിറ്റൽസ് ഉണ്ട്, ശ്രീകുട്ടൻ, ധനീഷ്, സാഹിൽ. അസറ്റ് സൈഡിൽ ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാൻ ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെന്റ്. സാർ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചോളൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഹാഡ് ബീൻ വാല്യൂഡ് അറ്റ്. മക്കളെ ഇവിടെ നിങ്ങൾക്ക് തെറ്റിക്കാൻ വരുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം. അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ. അപ്പൊ നമ്മൾ ചേഞ്ച് എടുക്കണം കേട്ടോ. ടു എന്ന് പറയുമ്പോഴും ഇപ്പൊ ആയിന്നാണ്, അപ്പോഴും നമ്മൾ ചേഞ്ച് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അറ്റ് എന്ന് പറയുകയോ ടു എന്ന് പറയുകയോ ക്വസ്റ്റ്യനിൽ ചെയ്താൽ നിങ്ങൾ ചേഞ്ച് എടുക്കണം. ഓക്കെ അല്ലേ? പക്ഷെ ബൈ എന്ന് പറഞ്ഞാലോ? ബൈ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് തന്നെ എടുത്ത് റീവാലുവേഷൻ എഴുതിയാൽ മതി. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച്. അറ്റ് ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചേഞ്ച് എടുക്കണം, ഡിഫറൻസ് എടുക്കണം. പക്ഷെ ബൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് മാത്രം എടുത്ത് എഴുതിയാൽ മതി, അവിടെ ചേഞ്ച് എടുക്കണ്ട. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഹാഡ് ബീൻ വാല്യൂഡ് അറ്റ് 1,40,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ 1,40,000 രൂപയാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എത്ര സാറ് തൊട്ട് മുമ്പ് നോട് കാണിക്കും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബാലൻസ് ഷീറ്റിൽ എത്രയാ? 50,000 ആണ് അല്ലെ? ഇപ്പൊ എത്രയെന്ന് കാണിച്ചു? 1,40,000 അല്ലേ? യെസ് മക്കളെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെറും 50,000 ആയിരുന്നു, ഇപ്പൊ 1,40,000 ആയി. ഓക്കെ അല്ലേ? അപ്പൊ 90,000 രൂപ കൂടി അല്ലേ? അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാലോ. നമുക്ക് സിമ്പിൾ ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് കാണിച്ചു തരാം. നിങ്ങളുടെ വീടുകളിൽ കറണ്ട് ഉണ്ടോ മക്കളെ? എല്ലാ വീട്ടിലും കറണ്ട് പോയെങ്കിൽ കഴിച്ച് കാണിച്ചു നോക്കട്ടെ. കറണ്ട് പോയ ഒരു വീടാണെങ്കിൽ മിക്കതും പോയിട്ട് ഇവിടെ കറണ്ട് പോയിക്കുക. അതാണ് ആകെ വിയർത്ത് വിളിക്കുന്നത്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാല്യൂ കൂടി, അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഇവിടെ എഴുതാം. അസറ്റ് കൂടുക, ലയബിലിറ്റി കുറയുക, അൺറെക്കോർഡ് അസറ്റ്.
അസറ്റ് കുറയാ, ലയബിലിറ്റി കൂടാ, അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി അറിയാലോ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, പിന്നെ നമുക്ക് തെറ്റൂല. അപ്പൊ അസറ്റ് കൂടാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ അത്ര 90,000 രൂപ കൂടി 90,000. അടുത്ത മെഷീനറി വാസ് റീവാലിഡ് അറ്റ്, അത് മറ്റ് തന്നെയാണ്. ഇപ്പൊ 22,000, മുമ്പ് എത്രയെന്ന് കാണിക്കൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി മുമ്പ് 25,000 ആയിരുന്നു, ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാൽ 22,000 ആയല്ലേ. അപ്പൊ ഒരു 3,000 രൂപ കുറഞ്ഞു അല്ലെ. 25,000 ആയിരുന്നു ബാലൻസ് ഷീറ്റിൽ, ഇപ്പൊ 22,000 ആയി. അപ്പൊ ഒരു 3,000 കുറഞ്ഞു. അപ്പൊ അസറ്റ് കുറയുമ്പോൾ എവിടെ വരിക? അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റിലല്ലേ വരിക. എത്ര? പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 3,000 കാണിക്കുക, ചേഞ്ച് വന്ന വാല്യൂ കാണിക്കുക. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചെല്ലാവരും. യെസ്. ഇനി പ്രൊവിഷൻ പറയുന്നുണ്ട് 1000 രൂപയാന്ന് പറയുന്നുണ്ട്. സാറേ ക്വസ്റ്റനിൽ പ്രൊവിഷൻ ഉണ്ടോ ബാലൻസ് ഷീറ്റ് കാണിക്കും. യെസ്, ഇവിടെ പ്രൊവിഷൻ ഒന്നും ഇല്ല മക്കളെ. അപ്പൊ പുതിയ പ്രൊവിഷൻ ആണ്. അപ്പൊ ന്യൂ ലൈബിലിറ്റി ആണ്, അണ്ടർ റെക്കോർഡ് ലൈബിലിറ്റി നമ്മൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് എഴുതാം. എത്ര രൂപ? 1000 രൂപ എഴുതാം. കഴിഞ്ഞു. ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 90,000 ആണ് ഈ സൈഡിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കൂട്ടി നോക്കുക, എവിടെ കൂടുതൽ വരുന്നത് വെച്ചാൽ രണ്ട് സൈഡിൽ എഴുതാം. അപ്പോൾ 90,000 ആണ്. 90,000 4,000 കുറച്ചാൽ 86,000. ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? പാർട്ട്ണറിന് വീതിച്ചു കൊടുക്കണം. റിട്ടയർമെന്റ് ആണെങ്കിൽ അത് ഓൾഡ് പാർട്ട്ണറിന് മാത്രം വീതിച്ചാൽ, സോറി എല്ലാ പാർട്ട്ണറിനും, ഓൾ പാർട്ട്ണറിനും വീതിക്കണം അല്ലെ. റിട്ടയർമെന്റ് ഡെത്തിനാണെങ്കിൽ എല്ലാ പാർട്ട്ണറിനും വീതിക്കണം. അഡ്മിഷൻ ആണെങ്കിൽ ഓൾഡ് പാർട്ട്ണറിന് മാത്രമേ റീവാലുവേഷൻ പ്രോഫിറ്റ് വീതിക്കുള്ളൂ. ചിലപ്പോൾ ചോദിക്കുക 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ. റീവാലുവേഷൻ പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡാഷ് ഇൻ കേസ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെന്റ് സമയത്ത് എല്ലാ പാർട്ട്ണറിനും കൊടുക്കും, ഡെത്ത് വരുന്ന സമയത്തും എല്ലാ പാർട്ട്ണറിനും കൊടുക്കും. അഡ്മിഷൻ സമയത്താണെങ്കിലോ ഓൾഡ് പാർട്ട്ണറിന് ഓൾഡ് റേഷ്യോയിൽ. ഇവിടെയും എല്ലാ പാർട്ട്ണറിനും ഓൾഡ് റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ ആണ് കേട്ടോ മക്കളെല്ലാം. ഗുഡ് വില്ല് മാത്രമേ സാക്രിഫൈസിങ് ഗെയിനിങ് ഉള്ളൂ, ബാക്കി എല്ലാതും ഓൾഡ് റേഷ്യോയിലാണ് കേട്ടോ. ഓക്കെ ആണ് കഴിച്ച് കാണിച്ചേ. ന്യൂ റേഷ്യോ ഇല്ല, ആൻസർ ആയിട്ട് ന്യൂ റേഷ്യോ ഒരിക്കലും വരില്ല കേട്ടോ. ഒന്നിലെ ഓൾഡ് റേഷ്യോ ആൻസർ കിട്ടും, അല്ലെങ്കിൽ സാക്രിഫൈസിങ് ഗെയിനിങ്, അങ്ങനെയാണ് ആൻസർ വരുള്ളൂ കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. ഇത് വീതിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എയും ബിയും ആയിരുന്നു ഉണ്ടായിരുന്നത്, എക്കും ബിക്കും വീതിച്ചു കൊടുക്കുക കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ആർക്കെങ്കിലും റിവാലുവേഷൻ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഹാൻഡ് റൈസ് ചെയ്തോ, ചോദിച്ചോ, പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. ഇല്ല, ആർക്കും ഇല്ല. ശ്രീജിത്ത് ചോദിച്ച മോനെ. എന്താടാ? ക്വസ്റ്റ്യൻ നമ്മൾ കാണിച്ചു തരാം. പ്രൊവിഷൻ ഇല്ല, ക്വസ്റ്റ്യൻ ഇല്ല. പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ചേഞ്ച് എടുക്കണം. ഇവിടെ പ്രൊവിഷൻ ഒന്നും ഇല്ല. സാധാരണ പ്രൊവിഷൻ ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് തരിക. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ 30,000 തന്നേക്കണേ. ശരിക്കും സാധാരണ ഡെപ്റ്ററിൽ നിന്ന് കുറച്ചാണ് പ്രൊവിഷൻ എന്ന് പറയാം കേട്ടോ. ഇവിടെ ഇല്ല. പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ 1000 ഉണ്ട്, ഇപ്പൊ നമുക്ക് 1,500 ആണെങ്കിൽ 500 രൂപയിൽ കൂടിയിരിക്കണേ. അപ്പൊ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ 500 കാണിക്കുക. ചേഞ്ച് കാണിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു. നെക്സ്റ്റ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ അടുത്ത് ഇത് ഒന്ന് സൂം ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് പിന്നെ മനസ്സിലാക്കും. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കൊന്ന് വേഗത്തിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. മക്കളെ, ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സർക്കംസ്റ്റൻസസ് നീഡഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഗുഡ് വിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? പറഞ്ഞ നെഹല, എപ്പോഴൊക്കെയാടാ? മനസ്സിൽ പറഞ്ഞേ, എപ്പോഴൊക്കെ നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാടാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ വാട്സപ്പിൽ ഉണ്ടായിരിക്കണം. ശരി ശരി, അയച്ചുതരാം. അടുത്തത് എ, ബി ആൻഡ് സി വേർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2:1. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാ? 3:2:1 ആണ്. They admitted D for 10% profit. Calculate the new profit sharing ratio. ഇത് എങ്ങനെ കാണാം അറിയാമോ? അങ്ങനെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടാതിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും സിമ്പിൾ ആണ്. എങ്ങനെയാണെന്നറിയോ? ഇതിനകത്ത് 10% എന്നല്ലേ പറഞ്ഞേക്കണേ, 10%. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ എന്താ? 10/100 എന്നാണ് അർത്ഥം. 10% എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പൊ അതിൽ സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1/10 ഷെയർ എന്ന് കിട്ടി. 1/10 ഷെയർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പുതിയ ആൾക്ക് കൊടുത്ത ഷെയർ എത്ര? 1/10 ഷെയർ. അപ്പൊ ന്യൂ റേഷ്യോ കാണാൻ അറിയാലോ നിങ്ങൾക്ക്. കേസ് 1 റിമൈനിങ് ഷെയർ കണ്ടുപിടിച്ചിട്ട് ഓൾഡ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അറിയാലോ? എയും ബിയും
സിയും പാർട്ട്നേഴ്സ് ആണ്. അവിടെ റേഷ്യോ 3:2:1 ആണ്. ഡീനെ അഡ്മിറ്റ് ചെയ്തു. ഡിക്ക് കൊടുക്കേണ്ട ഷെയർ എത്രയാണ്? 1/10 ഷെയർ ആണ്. അപ്പൊ റിമൈനിങ് ഷെയർ എത്രയാണ് വരിക? റിമൈനിങ് ഷെയർ എത്രയാണ് വരിക? 1 - 1/10. അപ്പോൾ 9/10 കിട്ടും. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച് 9/10 ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച് അനുസരിച്ച് കൈവശം കാണിച്ച് എല്ലാവർക്കും ഓക്കെ അല്ലേ നവ്യ? ഇനി ഈ റിമൈനിങ് ഷെയർ വെച്ച് എന്ത് ചെയ്യുക? എൻ്റെയും ബിന്റെയും സിന്റെ ഷെയർ വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്റെ ന്യൂ ഷെയർ കാണണമെങ്കിൽ 3/6 അല്ലേ? 3/6 × 9/10. ബിന്റെ കാണണമെങ്കിൽ 2/6 × 9/10. സിന്റെ കാണണമെങ്കിൽ 1/6 × 9/10. അപ്പോൾ 27/60 18/60 9/60 അല്ലെ? 9/60. ഇനി കുറെ എല്ലാ പാർട്ട്ണറുടെ അടുത്ത് എഴുതണ്ടേ? അപ്പോ 27:2 നമുക്ക് മറ്റാൾക്ക് കൊടുത്ത 1/10 ആണ് കേട്ടോ. 1/10 ആണ് നമ്മുടെ ഡി എന്ന് പറയുന്ന പാർട്ട്ണറുടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ പാർട്ട്ണറുടെ അടുത്ത് എഴുതാം. എന്റെ നിങ്ങൾക്ക് അറിയാം, എന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 27/60 ആണ്. 27/60. ബിന്റെ ആണെങ്കിൽ 18/60. സിന്റെ ആണെങ്കിൽ 9/60. പുതിയ ആള് ഡി ആണ്. ഡി കൊണ്ടുവന്ന ഷെയർ 1/10 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കുക. 6 വെച്ച് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 27:18:9:6 ഇതാണ് റേഷ്യോ. വേണമെങ്കിൽ 3 കട്ട് ചെയ്യാം. കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എല്ലാവരും ഹാൻഡ് റേസ് ചെയ്തോ. ഗോകുൽ കൃഷ്ണ ക്ലിയർ അല്ലടാ? അലീഷ, ഷാർലറ്റ് ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്താൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ പെർസെന്റേജ് പറഞ്ഞാൽ മക്കളെ തെറ്റിക്കരുത്. പെർസെന്റേജ് പറഞ്ഞാൽ അതേപോലെ 100 ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഷെയർ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ എല്ലാവർക്കും? അടുത്ത് ഇച്ചു നല്ലത്. ഇച്ചു ആൻഡ് നച്ചു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റ് ചിന്നു ആസ് എ ന്യൂ പാർട്ട്ണർ. ചിന്നുവിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ചിന്നുവിന് കൊടുക്കേണ്ട ഷെയർ 1/5 ഷെയർ ആണ്. ചിന്നു ബ്രിങ്സ് 20,000 ആസ് ക്യാപിറ്റൽ. ചിന്നു 20,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. 4,000 രൂപ ഗുഡ് വിൽ ആയിട്ട് കൊണ്ടുവന്നു. ഗീവ് നെസസറി ജേണൽ എൻട്രീസ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിഷനിലെ ഗുഡ് വില്ലിന്റെ എൻട്രീസും ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്നു കൊണ്ടുവന്നത് ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന് എൻട്രി അറിയാലോ. ആദ്യം ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ചിന്നൂസ് ക്യാപിറ്റൽ ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ അല്ലേ? എത്ര ക്യാപിറ്റൽ? 20,000 ക്യാപിറ്റൽ കാണിക്കുക, 4,000 ഗുഡ് വിൽ കാണിക്കുക. അപ്പൊ എൻട്രി എന്താ? ക്യാഷ് എന്നോ അല്ലെങ്കിൽ ബാങ്ക് എന്നോ എഴുതാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ചിന്നൂസ് ക്യാപിറ്റൽ 20,000 ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ 4,000, മൊത്തം 24,000. ഓക്കെ ആണെങ്കിൽ വിശി കാണിച്ചേ. ഇനി ചിന്നു കൊണ്ടുവന്ന ഗുഡ് വില്ലില്ലേ മക്കളെ, അതെന്ത് ചെയ്യണം? അത് ക്വസ്റ്റിനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഓൾഡ് പാർട്ട്ണറിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കണം. അതിന് എൻട്രി എന്താ നിങ്ങൾക്ക് അറിയാലോ. എന്താ എൻട്രി വരാ? പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എന്നാ ഇച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് നച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? 3:2 ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ വിശി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? യെസ്. ഇവിടെ നിങ്ങൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാ? ന്യൂ റേഷ്യോ തന്നിട്ടില്ലല്ലോ. ന്യൂ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കേട്ടോ. ഓക്കെ സെറ്റ് അല്ലേ? TR ഓക്കെ അല്ലേ? യെസ്. ഓളാലപ്പാട് ഓക്കെ അല്ലേ മോനെ? അടുത്താണ് അനു, ബിനു ആൻഡ് സിനു ആർ പാർട്ട്നേഴ്സ്. അനുവും ബിനു, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അതിൽ ബിനു നടുക്കത്തെ ആള് പോയി. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഷോഡ് ഡെബിറ്റ് ബാലൻസ്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഡെബിറ്റ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ എന്താ എൻട്രി വരാ? അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. എത്ര? 15,000. റിസർവിന് എൻട്രി എന്താ? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയും റിസർവിന്റെ എൻട്രി. അത് പഠിക്കാതെ പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്. അടുത്താണ് അബി, ഷാഫി ആൻഡ് റോയ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1. ഷാഫി ഡൈഡ്. ഷാഫി മരിച്ചു മക്കളെ. ജൂൺ 30 ഷാഫി മരിച്ചു. ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് 1,20,000. ഗുഡ് വിൽ ഓഫ് ദ ഫേം 1,20,000 ആണ്. എങ്കിൽ പാസ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോ ഷാഫി മരിക്കുമ്പോൾ ബാക്കിയുള്ള 2 പാർട്ണറല്ലേ വീതിച്ചു കൊടുത്തു വരേണ്ടത്? റിട്ടയർമെന്റ് പോലെ തന്നെയാണ് കേട്ടോ ഡെത്തും. അപ്പൊ ബാക്കിയുള്ള പാർട്ണർ കൊടുത്തു വരണം. അപ്പൊ എന്താ എൻട്രി വരിക? ഒരാളെ വിളിച്ചു സാറേ. ഫരിജാൻ എൻട്രി പറഞ്ഞടാ. ഇവിടെ ഷാഫിയാണ് മരിച്ചു പോയത്. അപ്പൊ എന്താ എൻട്രി വരാടാ? അബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു
എത്ര ഈ 1,20,000 ഇൻറ്റു എന്ത് ചെയ്യണം 2/6 ചെയ്യണം 2/6 ചെയ്യണം അല്ലേ അപ്പോൾ 20,000 കിട്ടും അല്ലേ 2/6 ചെയ്യുമ്പോൾ 2 ശരിയല്ലേ 4,000 എത്ര 40,000 1,20,000 ഇൻറ്റു നോക്കട്ടെ 1,20,000 ആണ് ഫേമിന്റെ ഗുഡ്വിൽ ഇൻറ്റു 6 40,000 അല്ലേടാ 40,000 അല്ലേ വരണേ അല്ലേ പോയാ ഹരിചാരെ 40,000 3:1 കൊടുക്കുക അപ്പൊ 30,000 10,000 അല്ലെ അബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 റോയിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 ടു ഷാഫീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 40,000 മക്കൾ ഇവിടെ ഈ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ ഗുഡ്വില് കൊടുക്കുന്നതിൽ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല ഡേറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട കേട്ടോ ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ യെസ് ഇനി മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ പറഞ്ഞാലോ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്തിന്റെ പ്രോഫിറ്റ് കൊടുക്കാൻ പറഞ്ഞ എന്താ എൻട്രി വരാ അർജുനെ എന്താടാ ചോദിക്കും ആ ആ എന്ത് തന്നില്ല ആ ആ ആ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏപ്രിൽ വെച്ചോ ഡിസംബർ വെച്ചോ ചെയ്തോ എന്തായാലും പ്രോബ്ലം കേട്ടോ അസ്യൂം ചെയ്തിട്ട് ഇപ്പൊ ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നത് ചെയ്തോ അല്ലെങ്കിൽ ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നത് ചെയ്തോ നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ ചെയ്യാതിരിക്കരുത് കേട്ടോ അത് തെറ്റാണെന്ന് കരുതി ചെയ്യാതിരിക്കരുത് ചെയ്യണം നിങ്ങൾ കേട്ടോ ഡേറ്റ് തന്നിട്ടില്ലെങ്കിലും കേട്ടോ അർജുന ഓക്കെ അല്ലേ ഇനി മരിച്ച ഡേറ്റ് വരെ അയാളുടെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ കൊടുക്കാൻ പറഞ്ഞാലുള്ള ജേണൽ എൻട്രി അറിയാമോ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നവ്യ പറഞ്ഞ എൻട്രി മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി ചോദിക്കാറുണ്ട് എന്താ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മക്കളെ എഴുതി വെച്ചോ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ഇന്ന ബേസിസിൽ കൊടുക്കാൻ പറയും എക്സിക്യൂട്ടീവ് അക്കൗണ്ട് വരെ ഞാൻ പഠിപ്പിച്ചു തരും നാളെ കേട്ടോ നാളെ കയറണം മക്കളെ എക്സിക്യൂട്ടീവ് അക്കൗണ്ട് ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കയറ്റുക ഓക്കെ അപ്പോ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കൊടുത്തു വിടുമ്പോൾ ജേണൽ എൻട്രി എഴുതി വെച്ചോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷാഫി ആണെങ്കിൽ ഷാഫീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയോ അത് കാണുമ്പോൾ മരിച്ച ഡേറ്റ് വരെ ചെയ്യാവൂ ഇപ്പൊ ജൂൺ 30-ാം തീയതിയാണ് മരിച്ചെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ 3/12 ചെയ്യണം ഓക്കെ ആണോ സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച എല്ലാവരും സെറ്റ് കാണിച്ച് നോക്കട്ടെ ഓക്കെ അപ്പൊ ഇതിന് എൻട്രി എല്ലാവർക്കും കിട്ടിയല്ലോ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന് എടുക്കാം ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം യെസ് ഇത് നമ്മുടെ ഗുഡ് വില്ലാണ് ഗുഡ് വില്ല് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ അല്ലേ പക്ഷേ ഇവിടുത്തെ ഗുഡ് വിൽ ഏത് മെത്തേഡാ കാൽക്കുലേറ്റ് വാല്യൂ ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ് ആണ് അല്ലേ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണാൻ നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് പഠിപ്പിച്ചതാണ് അല്ലേ എങ്ങനെയാ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 2 lakh ആണ് 15/100 ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും ഒരു ആവറേജ് ചെയ്ത് നോർമൽ കുറച്ചാ ഇത് 48,000 നോർമൽ കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 3 ചെയ്താൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം കിട്ടും ഓക്കെ യെസ് എന്താണ് ഫൈസ ചോദിച്ചോടാ ഫൈസ അല്ലല്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുമ്പോഴും അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്തേ കൊടുക്കുള്ളൂ കേട്ടോ നിങ്ങൾ മരിച്ച ആളുടെ പ്രോഫിറ്റ് കാണുമ്പോഴും അതുപോലെ അയാൾക്ക് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കാണുമ്പോഴും മരിച്ച ഡേറ്റ് വരെ ഉള്ളത് നോക്കുള്ളൂ കേട്ടോ എത്ര മാസം എന്ന് വെച്ചാൽ മാസം കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ നോട്ട് ചെയ്ത് വെച്ചു അപ്പൊ വേറെ ആർക്ക് ഡൗട്ട് ഒന്നുമില്ല ചെയ്യാലോ സൂപ്പർ പ്രോഫിറ്റിൽ എല്ലാവർക്കും അറിയാലോ ഓക്കെ ആണെങ്കിൽ കൈവിശി കാണിച്ചേ മക്കളെ ഇനി നാളെ നമ്മൾ ഉറപ്പായിട്ടും വരുന്ന ലോൺ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് SA ക്വസ്റ്റ്യൻ ഡിസൊല്യൂഷന്റെ പ്രോബ്ലം ജേണൽ എൻട്രി അടക്കം ജേണൽ എൻട്രി അടക്കമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും നാളെ കൃത്യസമയത്തിന് ജോയിൻ ചെയ്യണം വൈകുന്നേരം ക്ലാസ് ഉണ്ട് 6:30 തന്നെ എല്ലാവരും ജോയിൻ ചെയ്യണം നാളെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ചോദിക്കുക ഇനിയൊരു കാര്യം പ്രത്യേകം പറയാറുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് AFS സ്കിപ്പ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കണം അതിനുവേണ്ടി ഞാൻ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടെ ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആ 2 വീഡിയോസ് നന്നായിട്ട് കാണാം AFSകാർക്ക് ഞാൻ റെക്കോർഡ് ക്ലാസ് അയച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയായിരുന്നോ ഒന്ന് കൈവിശി കാണിച്ചേ യെസ് അത് നിർബന്ധമായിട്ടും കാണാം കേട്ടോ അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ എല്ലാം പഠിച്ച് അർച്ചന എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നോട്ടൊക്കെ വെക്കുക ഒരു നാളെ വൈകുന്നേരം ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അടിപൊളിയായിട്ട് പഠിക്കുക നമ്മുടെ ലാസ്റ്റ് എക്സാം അല്ലേ കഴിഞ്ഞില്ല ഇതോടുകൂടി
അല്ലേ? യെസ്, ഓക്കെ.